الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ഖുർആനുൽ അലീമിലെ സൂറത്തു നിസാ അല്ലേ പറഞ്ഞേ? സൂറത്തു നിസാ അതിലെ 69-ാമത്തെ ആയത്ത്, വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ ദാലികൽ ഫളു മിനല്ലാഹ്. ഇതല്ലേ ഈ ആയത്തിലൂടെ നമുക്ക് ഒരു കടന്നുപോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആലയും അള്ളാഹുവിൻ്റെ റസൂലിനെയും ഒരാൾ വഴിപ്പെട്ടു. എന്നാൽ അവൻ അല്ലാഹു തആല എന്താ കൊടുക്കുക? ഇപ്പം തന്നെ സ്വർഗം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഈ ആയത്തിൽ പറഞ്ഞത് ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി നിഅമത്ത് ചെയ്ത വിഭാഗത്തിനോടൊപ്പമാണ് എന്നാണ്. നിഅമത്ത് രണ്ടുണ്ട്, ദുന്യവിയാ നിഅമത്തുണ്ട്. ഇതാണ് ഇപ്പോൾ അബുദാബിയിലും ഷാർജയിലും എല്ലാ ഭാഗങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നു. വലിയ വലിയ കെട്ടിടങ്ങളും വലിയ വലിയ കച്ചവടങ്ങളും സൂപ്പർ മാർക്കറ്റ് അങ്ങനെ പോകുന്നു, ദുന്യവിയാ നിഅമത്ത്. പക്ഷെ ഇവിടെ പറഞ്ഞ ഏതാ? അൻഅമല്ലാഹു, അള്ളാഹുവിൻ്റെ പ്രത്യേക നിഅമത്ത്. അപ്പോൾ ഏതായിരിക്കും? ഉഖ്റവി, അവരുടെ മഅയ്യത്തിലാണെന്നാണ് പറഞ്ഞത്. മഅയ്യത്ത് എന്ന് പറഞ്ഞാലോ അവരുടെ കൂടെ. അപ്പോൾ അല്ലാഹു തആലക്കും റസൂലിനും വഴിപ്പെടുന്ന ഒരാൾക്ക് അല്ലാഹു തആല പ്രതിഫലമായി കൊടുക്കുന്നത് സ്വർഗത്തിനേക്കാളും ഉപരിയായി എന്താ ഉള്ളത്? മഅയ്യത്ത്. ആരുടെ മഅയ്യത്ത്? അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹു തആല പ്രത്യേക നിഅമത്ത് ചെയ്തത്. ആരെല്ലാം? നബിമാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ. ഇവർക്ക് ചിലപ്പം ഭൗതികമായി പറഞ്ഞാലൊന്നും ഉണ്ടാവില്ല, താമസിക്കാനുള്ള ഭവനം ഇല്ലാത്തവരുണ്ടാകും, ഇല്ലേ? തിന്നാൻ ആവശ്യത്തിനില്ലാത്തവരുണ്ടാകും. പക്ഷേ അവർക്ക് നിഅമത്ത് മറ്റൊരു ഫീൽഡിൽ അല്ലാഹു തആല ചോദിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അള്ളാഹു പറയുന്നത് എന്താണെന്ന്? മിനൻ നബിയ്യിന സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീന വഹസുന ഉലൈക റഫീഖ. കൂട്ടുകാരായിട്ട് ഒരാളോടൊപ്പം സഹകരിക്കാൻ ഏറ്റവും നല്ല കൂട്ടുകാർ അവരാണ്. ആരൊക്കെ? നബിമാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ. എന്നിട്ട് പറയുന്നു ദാലിക്കൽ ഫളു മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള വലിയൊരു അനുഗ്രഹം തന്നെയാണത്. അപ്പോൾ ഈ ആയത്തിൽ നിന്ന് ചുരുക്കം നമുക്ക് പഠിക്കാൻ എന്താണ്? അല്ലാഹു തആലക്ക് വഴിപ്പെട്ടാൽ, അള്ളാഹുവിൻ്റെ റസൂലിന് വഴിപ്പെട്ടാൽ അവന് പ്രതിഫലമായി അല്ലാഹു തആല കൊടുക്കുന്ന ഏത്? അള്ളാഹുവിൻ്റെ പ്രത്യേകമായ നിഅമത്തിൻ്റെ ഉടമകളായ നബിമാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ. ഇവരോടുള്ള മഅയ്യത്താണ്. ഈ മഅയ്യത്ത് ദുന്യാവിലുണ്ട്, ആഖിറത്തിലുണ്ട്. ദുന്യാവിലുണ്ട്, ആഖിറത്തിലുണ്ട്. ആഖിറത്തിലുള്ള മഅയ്യത്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദുന്യാവിലെ മഅയ്യത്ത്, അതിൽ നിന്ന് എന്ത് പോയി? നബിമാർ എന്നുള്ള പട്ടിക ഇവിടെ തൽക്കാലം അവസാനിച്ചിട്ടുണ്ട്. ഖാതിമുൻ നബീനല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ സിദ്ദീഖീങ്ങൾ, അതാത് കാലത്തിനനുസരിച്ച് സിദ്ദീഖീങ്ങൾ എല്ലാ കാലത്തുണ്ട്. പിന്നെ ആരുണ്ട്? ശുഹദാക്കളുണ്ട്, സാലിഹീങ്ങളുണ്ട്. അപ്പം സാലിഹീങ്ങളിൽപ്പെട്ട ഒരാളുടെ സുഹബത്താണ് ഏറ്റവും വലിയൊരു മനുഷ്യനെ നന്നാക്കാൻ ഉതകുന്നൊരു കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ ജലീസി സ്വാലിഹി, സാലിഹായ ഒരു കൂട്ടുകാരന് പറയാൻ പറ്റിയ ഉദാഹരണം. തങ്ങളുടെ ബൊമ്മ നോക്കണം. എന്താന്ന്? മിസ്ക്, കസ്തൂരി വഹിച്ച് നടക്കുന്ന ഒരാളുടെ ഉദാഹരണമാണ്. ഈ കസ്തൂരി എന്നുള്ള മണക്കുന്നൊരു സാധനമല്ലേ, എല്ലാവർക്കും തൃപ്തികരമായൊരു സാധനം. ഈ കസ്തൂരി നമ്മളിലേക്ക് പകരും. ഏതെല്ലാം തരത്തിൽ? തങ്ങൾ ഉദാഹരണമായി പറഞ്ഞ് 4 തരത്തിൽ പകരാമെന്നാണ്. ഒന്നെങ്കിൽ കാശ് കൊടുത്ത് കുറച്ച് കസ്തൂരി ഇതാ എന്ന് പറയും, അപ്പോൾ നമുക്ക് കസ്തൂരി കിട്ടി. അതല്ലെങ്കിൽ അയാൾ എന്താക്കും? കുറച്ച് പിടിച്ചോളി, എന്നിട്ട് കുപ്പിയിൽ ഒഴിച്ചിട്ട് ശേഷം ഫ്രീ ആയിട്ട് തരും. പൈസ ഒന്നും കൊടുക്കണ്ട. മൂന്നാമത്തെ ഇതേതാ? ചിലപ്പോൾ എന്താക്കും? മറ്റൊരാൾക്ക് കൊടുക്കുന്ന അവസരത്തെല്ലാം കയ്യിലും പെരങ്ങിയത് ഒന്നിങ്ങനെ മേലെ തടയി തരും. ഗുണൊരു അടി കിട്ടിയാൽ നിരക്കുള്ള, നുള്ളു കിട്ടിയാൽ നിരക്കുള്ള അവിടെ നിന്നുണ്ടാകും, മണം ഉണ്ടാകും.
ഇനി ഒന്നുമില്ലേ, പോകുമ്പം വരുമ്പോൾ എല്ലാം കാറ്റത്തെങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും, ഒന്നും തരണ്ട. ഈ നാലാലൊരു വിധത്തിൽ എന്താക്കും, അദ്ദേഹത്തിൻ്റെ വക്കൽ നിന്ന് കസ്തൂരി നിന്നിലേക്ക് പകരും എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉദാഹരണം. ഇതുപോലെ സാലിഹീങ്ങളുടെ അവരെ കൗല് നീ എന്താക്കുക, ഒന്ന് പറഞ്ഞതാ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചിലപ്പോൾ ശമ്പളം കൊടുത്തിട്ടാവാം, അല്ലെങ്കിൽ ഒന്ന് ഖിദ്മത്ത് കൊടുത്തിട്ടാവാം, അങ്ങോട്ട് പ്രതിഫലം കൊടുത്തിട്ട്, അതാണ് ഇത് കാശ് കൊടുത്ത് വാങ്ങുക എന്ന് പറഞ്ഞില്ല കള്ളി. അതല്ലെങ്കിലോ ഫ്രീ ആയിട്ട്, അതോ അല്ലെങ്കിലോ അയാൾ തുറക്കുന്ന വാസുകളും. ഇനി അതുമില്ലേ, ഒന്നും തരുന്നില്ല. കൂടെ നടക്കുന്ന അവസരത്തിൽ അവരുടെ ആ നഫഹാത്ത്, ആ ബന്ധം തന്നെ മനുഷ്യൻ എന്താക്കും, ഹാലു റജുലിൻ ഫി അൽഫി റജുലിൻ അൻഫഉ മിൻ വഅലി അൽഫി റജുലിൻ ഫി റജുലിൻ. ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, ഹാലു റജുലിൻ, ഒരു മനുഷ്യൻ്റെ ഹാല്, ഫി അൽഫി റജുലിൻ, 1000 ആളുകൾക്ക് അൻഫഉ ഫലപ്രദമാകും ഒറ്റൊന്ന്. മീൻ വഅലി അൽഫി റജുലിൻ ഫി റജുലിൻ, 1000 ആളുകൾ ഒരാളെ പറഞ്ഞ് നേരെയാക്കുന്ന കഴിയുന്നതിനാക്കാണ് ഒറ്റൊരാൾ 1000 ആളുകളെ നന്നാക്കും. അപ്പോൾ സാലിഹീങ്ങളോടുള്ള മഹബത്ത്, അവരോടുള്ള താലീം എന്നുള്ളത് വലിയൊരു നേട്ടം. നമ്മുടെ നാട്ടിൽ ഉദാഹരണം തന്നെ പറഞ്ഞാൽ, പൊട്ടച്ചിറ ബീബിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. കാണലെന്ന് പറഞ്ഞാൽ, ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ ഓരോ നാത്ത് കാണൂല്ലേ, ഓരോ വീട്ടിൽ പല സമയത്തും പോയിട്ടുണ്ട്, ഓരോട് ദ്വാരിപ്പിച്ചിട്ടുണ്ട്, അക്കടിപ്പുറത്തോട് ഇടക്കിടക്കെ പറഞ്ഞേക്കുകയും ചെയ്യും. പൊട്ടച്ചിറ ബീബിൻ്റെ അടുത്ത് പോകണം. ഇപ്പം നാട് എന്ന് പറഞ്ഞാൽ ബീവിപ്പടി എന്ന നാട്ടിൻ്റെ പേര് തന്നെ. ഒരു കാലത്ത് കുറേ പാറക്കല്ലുകളും പിന്നെ കുറേ പനമരവും കാണുന്നത് സാബിത്തിനറിയാം. പൊട്ടച്ചിറ ബീബിനടുക്കൽ പോയിട്ട് എനിക്ക് വേണ്ടി ദ്വാരക്കാൻ പറയണമെന്ന് കക്കടിപ്പുറത്തോർ എന്നെ പറഞ്ഞേച്ചി. എനിക്ക് പോകാൻ വഴിയില്ല. എന്നോട് പറഞ്ഞു, ഇവിടെ നേരെ പട്ടാമ്പിയിലേക്ക് പോവാ, ഇന്ന പേരുള്ള ബസ്സിന് കയറുക, ഇന്ന സ്ഥലത്ത് ഇറങ്ങുക, അവിടെ പോയി ചെയ്യും. ഈ പൊട്ടച്ചിറ ബേബി ആരാണ് ആദ്യത്തത്? ഹിന്ദുക്കളിൽപ്പെട്ട ആളാണ്. ഒക്കെ കുടുംബക്കാർ ഇന്നും ഹിന്ദുക്കളുണ്ട്. അമ്മാളും അമ്മ എന്നാണ് ഈ പെണ്ണുങ്ങളുടെ ഒറിജിനൽ പേര്. ഇവർ കൃഷിക്കാരാണ്, പച്ചക്കറി കൃഷിയും വയലിൽ കൃഷി ചെയ്തിട്ട് നട്ടു നനച്ചിട്ട് അങ്ങനെ ഒരു എളിയ ജീവിതം നയിക്കുന്നു. അക്കാലത്താണ് ബഹുമാനപ്പെട്ട ബീരാനലി പാപ്പ ജീവിച്ച കാലം. ഈ പെണ്ണുങ്ങൾക്ക് എന്തോ ഒരു സോക്കേടുണ്ടായിരുന്നു. ആസ്പത്രിയേക്കാൾ പരാജയപ്പെട്ട സോക്കേട്, വേറെ ഭാഷയിൽ പറഞ്ഞ അവസ്മാരം അല്ലെങ്കിൽ ചൈത്താൻ്റെ കുണക്കേട് എന്നൊക്കെ പറയും. അങ്ങനെ പൊട്ടച്ചിറ അന്ന് പൊട്ടച്ചിറയിലല്ല ഇവർ താമസം. ബീരാനൊരു പാപ്പാനടുത്ത് പോയിട്ട് ശരണം വന്നിരിച്ചാൽ ഓപ്പറ് മന്ദിച്ചിട്ടും കൊടുത്ത് കൈക്ക് കെട്ടിയപ്പോൾ സോക്കേട് പോയി. ആ കുടുംബത്തിനും ഈ പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ചും ബീരാനൊരു പാപ്പാരെ കയ്യിൽ കൂടി ഒരു നിയമത്ത് വന്ന് ചേർന്ന ആളായില്ലേ, അങ്ങനെ അവരോട് വലിയ മഹബത്തും തലയുമായിരുന്നു. മൂപ്പറ വസ്ത്രം മുഷിഞ്ഞപ്പോൾ പറഞ്ഞാൽ അതൊന്ന് അയച്ച് എന്നാൽ ഞാൻ അലക്കിത്തരാം. അങ്ങനെ അലക്കി ഈ വെള്ളം, ഉസ്താദിൻ്റെ വസ്ത്രം അലക്കിയ വെള്ളം എങ്ങനെ മണ്ണിലേക്ക് ഒഴിച്ച് കളയും, മറിച്ച് കളയും എന്ന് വെച്ചിട്ട് ശങ്കിച്ചു നിന്നു. പോട്ട് കുറച്ച് കുടിക്കുകയും ദേഹത്ത് വയ്ക്കുകയും ചെയ്യാമെന്ന്. അന്ന് മുതൽ ഇസ്ലാമാകണം എന്നുള്ള തോന്നൽ വന്നിട്ട് ഒപ്പാപ്പരത്ത് പോയിട്ട് ഷഹാദൽമയും ചൊല്ലിയിട്ടുണ്ടായി, ഇസ്ലാമായി. മൂപ്പർ തസ്മിയാലയം കൊടുത്ത് നിൽക്കലും ചൊല്ലിക്കൊടുത്തു. കൂടുതലൊന്നും പഠിച്ചിട്ടൊന്നുമല്ല, പക്ഷെ എന്താ ഈ വിലായത്തിൻ്റെ ഉന്നതമായ പദവിയിലേക്ക് എത്തിപ്പോയി. കക്കടിപ്പുറത്തോടെ ഭാഷ പറഞ്ഞാൽ ബിനാലൊലിപ്പാപ്പ മുഖേന ദിക്റ് കൊണ്ട് കൽബ് തുറന്നിടോ. മൂപ്പർക്ക് ശ്വാസം മുട്ടിന് സോക്കേട് വന്നിട്ട് ബീബി പാപ്പ അള്ളാഹു താല ആഫിയത്തലാക്കി കൊടുക്കട്ടെ, അത്തരത്തിലുള്ള ആലിമയങ്ങൾ ഇനിയും ദീർഘകാലം ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് 16 കൊല്ലത്തേക്ക് രോഗം ഉണ്ടായിട്ടിരുന്നു. ഇപ്പം എന്താ അവിടെ ഉറൂസും കശ്മം കറാമത്തും പിന്നെ അതുപോലെ തന്നെ കോളേജും സനത് കൊടുക്കലെല്ലാം കൂടെ ദീൻ കൊണ്ടങ്ങോട്ട് ഹയാത്തയില്ലേ. എന്തായാലും അവസ്ഥ അസലിലേക്ക് മെരടേക്ക് ചേർച്ചയൊക്കെ എന്താണ് ബീരാനലി പാപ്പാനോടൊരു ബഹുമാനാണ് അള്ളാഹു താല ഹിദായത്ത് കൊടുത്തത്. ചെറിയ കാര്യമല്ല. അതിലേക്കാണ് നമ്മളെ കിതാബിൻ്റെ മുസന്നിഫ് ആദ്യമായിട്ട് തല സൂചിപ്പിച്ചത്. നാളെ കിതാബ് ഞാൻ പറഞ്ഞുതരും. ബഹുമാനപ്പെട്ടവർ പറയുന്നത് അങ്ങനെയുള്ള സാലിഹ്യങ്ങളെ സ്വഹബത്ത് ഒരാൾക്ക് കിട്ടാതെ വന്നു. കാരണം അവിടെ തിരഞ്ഞു നോക്കിയാലും എല്ലാം തട്ടിപ്പുകളും വെട്ടിപ്പുകളും ചൂഷണങ്ങളും, ഉള്ളിലുള്ളതല്ല പുറത്തുള്ളതല്ല ഉള്ളിലുള്ളത് കാണും. എന്നാ നീ ഒരു കാര്യം ചെയ്യും,
കഴിയുന്നത്ര നീ എന്താക്ക് ഷറൈൻ്റെ അഹ്കാമുകൾ പാലിച്ചുകൊണ്ട് അതിനകത്ത് നിസ്കാരവും അതെല്ലാം നടത്തുക. എന്നിട്ടോ സാലിഹ്യങ്ങൾ ഉണ്ടാക്കിയ കിതാബുകളുണ്ട്. അതിനുപ്പുറ തന്നെ മിസാല് പറഞ്ഞത്, ഒന്ന് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ, 2 നിസാറത്തുൽ ഖുശൈരിയ്യ ഖുശൈരി ഇമാമിൻ്റെ, മൂന്നാമത്തത് ഇതാണ് ഇബ്നു അത്താഇല്ല സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹിക്കമ്, അതുപോലത്തെ തൻവീർ, പിന്നെ ലതായിഫുൽ മിനനി ഇങ്ങനെ തുടങ്ങിയ കിതാബുകൾ. അതുപോലെ അവാരിഫുൽ മഹാരിഫ് സൂറവർദി ഇമാമിൻ്റെ. ഇതെല്ലാം അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി നമ്മൾ ഉലുൽ അൽബാബിൻ്റെ കാസറ്റ് നോക്കിയാൽ കിട്ടും. എവിടെയും നടക്കാത്ത കിതാബുകളിൽ നടന്നിട്ടുണ്ട്. കൂടാതെ അൽ ഇമാമുർ റബ്ബാനി മുജദ്ദിദുൽ അൽഫിസാനി റളിയല്ലാഹു അൻഹു അഹ്മദുൽ ഫാറൂഖ് സർഹന്ദി, മുബറാരാണ് 400 കൊല്ലം പ്രൊഫത്തായിട്ട്, ഹിജ്റ 900 കാലത്താണ്. ഫാറൂഖി എന്ന് വിളിക്കുന്ന ഏതാ? ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പാരമ്പര്യത്തിലുള്ള 33ാമത്തെ മകനായതുകൊണ്ടാണ് വിളിക്കുന്നത് ഫാറൂഖി. അവരുടെ സ്വന്തം പേര് അഹമ്മദ്. നമ്മൾ ഇന്ത്യക്കാർ, ഇന്ത്യയിൽപ്പെട്ടാണ് സർഹന്ദി, നമ്മൾ പോയിനല്ലോ. മൂപ്പരുടെ മക്തൂബാത്ത് വലിയ ലോകപ്രസിദ്ധമായ ഒരു കിതാബാണ്. അതിലെത്ര മക്തൂബാത്തുണ്ട്? ചെറുതും വലുതുമായിട്ട് 3 വാള്യത്തിൽ, ഒന്നിൽ 99, മറ്റൊന്നിൽ 125, മറ്റൊന്നിൽ 313. കുട്ടിയായിട്ട് എത്ര ഉണ്ടാവും? 99 പ്ലസ് 125, അതിനൊക്കെ 313 കൂട്ടും. അതെ, അത്രത്തോളം മക്തൂബാത്തുണ്ട്. അതിൽപ്പെട്ട ചില ചാപ്റ്ററുകളൊക്കെ വർഷങ്ങളോളം നമുക്ക് പഠിക്കാനുള്ള വിഷയം ഇങ്ങനെ. പള്ളി ദിവസം കോളേജൊക്കെ പഠിപ്പിച്ചാൽ ഒരു മക്തൂബാത്ത് എന്ന് വെച്ചാൽ ഒരു ലെറ്ററാണ്, കത്ത്, ഒരു പാരഗ്രാഫ് കൊണ്ട് ഒതുങ്ങുന്നുണ്ട്. മൂപ്പറെ മക്കളെന്താക്കിയിട്ടുണ്ട്? മുഹമ്മദും ബാക്കി ബില്ലാഹിയാണ് മൂപ്പർ ഷെയ്ഖ്. ഡൽഹി നമ്മൾ സിയാറത്തിന് പോയിട്ടുണ്ട്. ബാക്കി നമ്മൾ അവിടെ നിന്ന് പൈസ അയച്ചു കൊടുക്കലുണ്ടല്ലോ. ബാക്കി ബില്ലാഹിൻ്റെ മക്കളെന്താക്കിയിട്ടുണ്ട്? ഞാൻ നിന്നെ എപ്രകാരം തർബിയത്തും തസ്കിയത്തും ചെയ്തുവോ അതുപോലെ എന്താക്കണം എൻ്റെ മക്കളെ നോക്കണേ എന്ന് പറഞ്ഞിട്ട് മക്കളെ ഏൽപ്പിച്ചു കൊടുത്തു. മക്കൾ ഒപ്പാനാക്കണ മികച്ച ആളായിട്ട് വരുന്നുണ്ട്. വലിയ ആഴത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും, അത്ഭുതകരമായ ചോദ്യം. ആ ചോദ്യത്തിനൊക്കെ മറുപടി. എന്നിട്ട് പറയുന്നു, ഈ മറുപടി പറഞ്ഞാൽ നിങ്ങൾ ഉപ്പാൻ്റെ മദത് കൊണ്ടാണ്. വലൗ അന്ന ഫീ കുല്ലി മംബാതി ശഅറത്തിൻ ലിസാനൻ യബുസ്സു ശുക്ര കുന്തു മുഖസ്സിറാന പറഞ്ഞു. എൻ്റെ ഓരോ രോമകൂപങ്ങളിലും ഓരോ നാവുണ്ട് എന്ന് സങ്കല്പിക്കും. ആ ഓരോ നാവ് കൊണ്ടും ബാപ്പാൻ്റെ മധുരം, ബാപ്പാക്ക് ശുക്രും, ഭക്ഷണത്തൊക്കെ കൊടുക്കുന്ന ശുക്ർ. അപ്പം അല്ലാതെ ശുക്രല്ലത്. അങ്ങനെയാണെങ്കിൽ തന്നെ എനിക്ക് പോരായ്മയുള്ളവനായി ഞാൻ സമ്മതിക്കുന്നു. കുന്തു മുഖസ്സിറ, അത്ര കണ്ട ബാപ്പാൻ്റെ പക്കം ഇംദാദ് കിട്ടിപ്പോയി എന്നാണ് പറഞ്ഞു. അങ്ങനെ അപ്പം ഇത്തരം മക്തൂബാത്തുണ്ട്. മൂപ്പറ മകനാണ് മഅസൂം, മുഹമ്മദ് മഅസൂമിനുണ്ട് 652 മക്തൂബാത്ത്, 3 മുജല്ലദിൽ തന്നെ, ബാപ്പാൻ്റെ അതേ പിൻപറ്റിക്കൊണ്ടിട്ട് ഇത്രയും കിതാബ്. അതുപോലെ ഹയാത്തു സഹാബ, ഇങ്ങനെയുള്ള തുടങ്ങിയ കിതാബുകൾ നീ എന്താക്കി വളരെ മഹബത്ത് വെച്ച് അതിനോട് താലീം ചെയ്തുകൊണ്ട് കഴിയുന്നതങ്ങനെ എന്താക്കണോ? കേട്ടുകൊണ്ടും പഠിച്ചുകൊണ്ടും മുതാല ചെയ്തുകൊണ്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ് മൂപ്പർ നിർദ്ദേശിക്കുന്നത്. അപ്പം മൂപ്പരുടെ സിൽസില പരമ്പരയിൽപ്പെട്ട മുഹമ്മദ് എന്ന് പേരെന്താന്ന് പറഞ്ഞിട്ട് ഹസൻ ജാൻ, ഷെയ്ഖ് ഹസൻ ജാൻ. മൂപ്പർ നേരെ മുരീദല്ല. ഹസൻ ജാൻ വഫാത്തായിട്ട് 100 കൊല്ലം ആയി, ഏകദേശം 96 കൊല്ലം. മൂപ്പർ നക്ഷമന്തി തരീക്കത്തിൽപ്പെട്ട ഒരു ഷെയ്ഖാണ്. അതെ, കുറേ കഴിഞ്ഞിട്ട് മറ്റേ 400 അല്ല, 400 മഖ്ദൂം റളിയല്ലാഹു അൻഹുവിൻ്റെ കാലമൊന്നുമല്ല. അപ്പം പറഞ്ഞു വരുന്ന എന്താണ്? ഹസൻ ജാന് ഇതെല്ലാം വെച്ച് കൊണ്ടിട്ട് നമുക്ക് കൊണ്ടൊരു കിതാബ് സമർപ്പിച്ചു. ആ കിതാബിൻ്റെ പേരാണ് ഇത് തരീഖുൻ നജാത്ത്. ഇതിലെന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? അത്യാവശ്യമായ ഫിഖ്ഹിയ്യാത്ത്, ഒരു മനുഷ്യന് ദൈനംദിന ജീവിതത്തിൽ ചെയ്യാൻ ആവശ്യമായ ഫിഖ്ഹിയ്യാത്ത് ഉണ്ടാവും. പക്ഷേ അധികവും ചിലപ്പം ഹനഫി മദ്ഹബായിരിക്കും, അതും മഖ്ബൂലായ മദ്ഹബ് തന്നെ. ഷാഫി ആക്കാൻ പാടുള്ളൂ അങ്ങനെ കണക്കില്ലല്ലോ. ഇതുപോലെ തന്നെ അഖീദയിൽ പിന്നെ അങ്ങനെ മദ്ഹബ് കണക്കില്ല. ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ട അഖീദ ഏതാണോ അത്. അശ്അരി മാതുരീദി 2 മദ്ഹബുണ്ടെങ്കിലും അശ്അരി മാതുരീദിയിലും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അതിലേറ്റവും മുഅ്തമദാണ് ഇന്ന് പഠിപ്പിക്കപ്പെടുന്ന അഖീദ.
നമ്മൾ ഓദ്യം പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ. ഇതുപോലെ സുലൂക്കിൻ്റെ വിഷയത്തിൽ നക്ഷബന്ദി തരീക്കത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് മൂപ്പർ പോകുന്നത്. അത് നക്ഷബന്ദി ആയാലും ശരി, ഖാദിജയായാലും ശരി, സുഹ്റവർദി ആയാലും ശരി, എന്തോ ആവട്ടെ, എല്ലാത്തിൻ്റെയും ലക്ഷ്യവും പാതയും ഉസൂലും എല്ലാം ഒന്ന് തന്നെയാണ്, എവിടെയും മാറ്റമില്ല. അതുകൊണ്ടാണല്ലോ അത് നമ്മൾ ഇതില്ലേ ഫുതുഹാത്തുൽ ഇലാഹിയ എന്ന മബാഹിസുൽ അസ്ലിയാൻ്റെ ഷറഹിൽ അവിടെ എന്താ പറഞ്ഞ്, മദ്ഹബിൻ്റെ മദ്ഹബിൻ്റെ ഇമാമിയങ്ങൾ 4 അതിനു മുമ്പ് 12 പലതും ഇഖ്തിലാഫ് വന്നിട്ടുണ്ട്. സൂഫിയത്തിന് അതവസരത്തിൽ ഒറ്റ തരീഖകൾ രണ്ടാമത്തൊന്നില്ല എന്നാണ് മബാഹിസുൽ അസ്ലിയിൽ. പിന്നെ അറിയപ്പെടുന്നതോ വെറും പേരിൻ്റെ മാറ്റം കമ്പനി അനുസരിച്ചുള്ള ട്രേഡ് നേം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ പാരസെറ്റമോൾ എന്നുള്ള കാൽപോൾ എന്ന് പറഞ്ഞാൽ പാരസെറ്റമോൾ ആ സാധനം 500 mg അല്ലേ. മറ്റേന്ന് പറഞ്ഞാൽ വേറെ കമ്പനിക്ക് പോകുമ്പോൾ മറ്റൊരു പേരായിരിക്കും. ഉള്ളിലടങ്ങിയ കണ്ടൻസ് എന്താണ്? ഒറ്റ എന്തായിരിക്കും അത്? സഹീഹായ അഖീദ, അന്ധവിശ്വാസങ്ങളും ഖുറാഫാത്തും കലർന്നുകൂടാത്ത ഖാലിസായ അഖീദ. ആ അഖീദൻ്റെ ബേസ്മെൻ്റ് അടുക്കുന്ന ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിൽ അഖീദയുണ്ട്. അത് സഹാബത്ത് റളിയല്ലാഹു അൻഹുവിന് പകർന്നു കൊടുത്തിട്ടുണ്ട്. അവരുടെ മനസ്സിലുണ്ട് അഖീദ. അവിടെ അന്ധവിശ്വാസങ്ങൾ കുമലാത്തൊന്നുമില്ല. ആ സഹീഹായ അഖീദ, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് മുതലായവ സഹീഹായ രീതിയിൽ എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്, അതിൻ്റെ കൈഫിയത്ത്, അത് നിർവഹിക്കുന്ന അവസരത്തിൽ അല്ലാഹു തആലാക്ക് പൊരുത്തപ്പെടുന്ന രീതിയിലാവുക. പല രീതിയിലാവാലോ, തട്ടിപ്പ് നടത്താമല്ലോ അല്ലേ, ആജിക്കാൻ തൃപ്തിപ്പെടുത്താനാകാം, സ്പോൺസർമാർ തൃപ്തിപ്പെടുത്താനാവാം, തൽക്കാലം കൊടുക്കുന്നത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തട്ടിപ്പുണ്ടാക്കാം. അതൊന്നും ഇല്ലാണ്ട് അള്ളാഹു അന്നക തറാഹു, ഇതാണ് ഏത് മശായിഖന്മാരുടെ എല്ലാവരുടെയും ഉസൂൽ. ഇതിൻ്റെ അപ്പുറം ഒന്നില്ല. അപ്പം ഏതായി ഇസ്ലാമും ഈമാനും ഇഹ്സാനും അതിൻ്റെ അത്യാവശ്യ കാര്യങ്ങൾ നക്ഷബന്ദി ഉസൂൽ അനുസരിച്ച് മുപ്പത് നീങ്ങുക. അതിൻ്റെ മുമ്പ് കുറച്ച് ആമുഖങ്ങൾ പറയുന്നുണ്ട്. വമല്ലം യതയസ്സർ ലഹു സുഹബത്തു സാലിഹീൻ, കണ്ടാ, സാലിഹീങ്ങളോടുള്ള സുഹബത്ത് ഒരാൾക്ക് എളുപ്പമായിട്ടില്ലെങ്കിൽ, എന്താ സുഹബത്ത് എന്ന് പറഞ്ഞാൽ സഹാബികൾ ചിലപ്പം അത്യാവശ്യമായ ഇബാദത്ത് കൊണ്ട് മതിയാക്കുന്ന സഹാബികളുണ്ട്, രാവും പകലും ഹയാത്താക്കുന്ന അസഹാബിമാരും ഉണ്ട്. അത്യാവശ്യം കൊണ്ട് മതിയാക്കിയാലും, അതായത് മുഖത്തസീദിൻ്റെ ഖദറുണ്ടല്ലോ, ആകളുടെ ലാലിമലി നഫ്സിഹി മുഖ്തദി സാബിഖും ബിൽ ഖൈറാത്ത് 3 ലാലിമലി നഫ്സിൽ എന്തുണ്ടാകും, പാസ് മാർക്ക് പോലും കിട്ടാതെ തോറ്റവരായിരിക്കും, തോൽവി ഉണ്ടാവർക്ക്. മുഖത്തസീദിൻ്റെ പാസ് മാർക്ക് എത്രയാണ്, മിനിമം മാർക്ക് എത്രയാണ്? 40 മാർക്ക് കിട്ടും. സാബിഖും ബിൽ ഖൈറാത്തിൽ 100-100 ഇതല്ല. ഫമിൻഹും മുഖ്തസിദുൻ വമിൻഹും ലാലിമുൻ ലിനഫ്സിഹി വമിൻഹും മുഖ്തസിദുൻ വമിൻഹും സാബിഖും ബിൽ ഖൈറാത്ത്. അപ്പം മുഖ്തസിദിൻ്റെ പദവിയിലുള്ള അസ്ഹാബിമാർ പോലും നമ്മളെ ഉമ്മത്തിൽ സാബിഖും ബിൽ ഖൈറാത്തിലായിരുന്നു. മനസ്സിലായ? സാബിഖും ബിൽ ഖൈറാത്തിലാണ് ഓരോരുത്തരും. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ എന്തുകൊണ്ട് ഈ പദവി കാട്ടി? മാസൂം റളിയല്ലാഹു തആല ഇവിടെ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുഹബത്തായിരുന്നു അവർക്ക് പിന്തുണ. ചിലപ്പോൾ 5 നേരത്തെ നമസ്കാരം ഉണ്ടാകും, പകലത്തെ സമയം വയലിൽ പോയിട്ടും കടയിൽ പോയിട്ടും അധ്വാനിക്കും, കന്നുകൂട്ടും, ഒട്ടകങ്ങളെ മേയിക്കും, രാത്രി നേരത്തെ കാലത്ത് ഉറങ്ങും, അവൽ സബിക്ക് എണീക്കും, ഇങ്ങനെ തന്നെ. പക്ഷെ ആളാരെന്ന് സാബിഖും ബിൽ ഖൈറാത്ത്. എങ്ങനെയായി? ബി സുഹബത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാവും. അപ്പം തങ്ങൾക്ക് ശേഷമുള്ള സാലിഹീങ്ങളെ സുഹബത്ത് പിന്നെ വരുന്നു. മുൻകഴിഞ്ഞ അയിമത്തുകൾ മുഴുവനും നമ്മൾ അംഗീകരിക്കുന്ന ഇമാമിയങ്ങൾ, ഷാഫി ഇമാമായാലും ശരി, അബു ഹനീഫത്തുൽ കുഫി ആയാലും ശരി, ഇമാം ഖസാലി തങ്ങളായാലും ശരി, അങ്ങനെ പോകുന്ന നമുക്ക് എണ്ണിയാൽ തുടങ്ങാത്ത ഔലിയാക്കൾ മുഴുവൻ ആരാന്ന്? ഈ ഉമ്മത്തിലെ സാബിഖും ബിൽ ഖൈറാത്തായ സാലിഹീങ്ങളാന്ന് ഒരു സംശയമില്ലല്ലോ. നമുക്ക് സംശയത്തിൻ്റെ വകുപ്പില്ല. അവരുടെ സുഹബത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ കിതാബുമായുള്ള സുഹബത്തായി ഇപ്പം നടക്കുന്നു. മറ്റൊരു സ്ഥലത്ത് മൂപ്പർ പറയുന്നുണ്ട്, അതുമില്ലെങ്കിൽ അവരുടെ ലറായിഹുകൾ, അവരെ ഖബറുകൾ സിയാറത്ത് ചെയ്തുകൊണ്ടും
അതിനെ അവിടെ നിന്ന് ഓടിക്കൊണ്ടും ദിക്ർ ചൊല്ലിക്കൊണ്ടൊക്കെയുള്ള സുഹബത്ത്, അതൊരു സുഹബത്ത്. വമല്ലം യതയസ്സർ ലഹു സുഹബത്തു സാലിഹീൻ വജബ ലഹു അൻ യദ്കറ കുതുബൻ മിൻ തഅലീഫാതി ആലിമിൻ സാലിഹിൻ സാഹിബി ഇഖ്ലാസ്. ഇഖ്ലാസോടുകൂടി ഒരു സാലിഹായ വ്യക്തി ഉണ്ടാക്കിയ കിതാബുകൾ മുറുകെ പിടിച്ചുകൊള്ളട്ടെ. അതിന് മിസാൽ പറഞ്ഞതാ, മിസൽ ഇമാം റബ്ബാനി, അൽ മുജദ്ദിദ് അൽ അൽഫിസാനി, അൽ ഹനഫി, അതാ നമുക്ക് കുറേ ആളുടെ പേരുണ്ടില്ലേ, അത് നമ്മൾ ചുരുക്കുന്നു. ഇനി അടുത്തത് പറയുകയാണ് വയതഅല്ലമ ദീന മിൻ ഹാദിഹിൽ കുതുബി. ഈ കിതാബുകളെ ബേസ് ചെയ്ത് കൊണ്ടിട്ട് എന്താക്കണം? ഇൽമു പഠിക്കണം. കണ്ട ലേഖനങ്ങളും കണ്ട പ്രസംഗങ്ങളും അതും ഇതും കോലും കീലും എന്നല്ല സംഗതിയാവില്ല. വയസ്അ നശ്റ കുതുബി അഹ്ലിസുന്നത്തി വൽ ജമാഅത്തി ബൈനന്നാസ്. ജനങ്ങളുടെ ഇടയിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ കിതാബുകൾ പ്രചരിപ്പിക്കുവാനും അവരുടെ അഖീദ മുറുകെ പിടിക്കുവാനും എന്താക്കണം? അധ്വാനിക്കണം. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് മുറിക്കുന്ന പാർട്ടിയല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളാണ് ഉദ്ദേശിച്ചത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ മൂസാ നബിയും ഈസാ നബി ഇബ്രാഹിം അലൈഹി സ്വലാം എല്ലാം അഹ്ലുസുന്നത്ത് ജമാഅത്ത് തന്നെയാണ്. ഷാഫി ഇമാം അതിൽപ്പെട്ടവർ തന്നെയാണ്. വമല്ലം യകുൻ സാഹിബൽ ഇൽമി അവിൽ അമലി അവിൽ ഇഖ്ലാസി. ഒരാൾ ഇൽമില്ല, അല്ലെങ്കിൽ ഇൽമുണ്ടെങ്കിലും അമലില്ല, അമലുണ്ടെങ്കിലും ഇഖ്ലാസില്ല. ഈ കോലത്തിലാണ് ഒരാദിപം. വയദ്ദഇ അന്നഹു മിനൽ ഉലമാഇൽ ഹഖ്. ഹക്കിൻ്റെ ഉലമാക്കളിൽ പെട്ടവരാണെന്നാണ് വാദമെങ്കിൽ വഹുവ മിനൽ കാദിബീൻ. അയാൾ പറഞ്ഞത് കളവാണ്. അതുകൊണ്ട് വഅലം അന്ന ഉലമാ അഹ്ലി സുന്നത്തി വൽ ജമാഅത്തി ഹുമുൽ മുഹാഫിളൂന ദീൻ അൽ ഇസ്ലാമിയ്യ. ഇസ്ലാമിയായ ദീനിനെ കാത്തു സൂക്ഷിക്കാൻ അവരാണ് അതിൻ്റെ ആളുകൾ. ഇനി അങ്ങനെയാണ് വിഷയത്തിലേക്ക് കടക്കുന്നത്. എന്താണ്? അമ്മാ ബഅദു ഫഅലം വഫഖക അല്ലാഹു തആല ലിമാ യുഹിബ്ബു വയർളാ വജന്നബക അമ്മാ തുളില്ലു വതുത്ഗി. വഴികേടിലാക്കുന്ന എല്ലാ കാര്യങ്ങളെത്തൊട്ടും അള്ളാഹു നമ്മളെ മാറ്റി നിർത്തി അകറ്റി നിർത്തട്ടെ. ആമീൻ. അള്ളാഹു തആല പൊരുത്തപ്പെടുന്ന കാര്യങ്ങൾക്കെല്ലാം നമുക്ക് തൗഫീഖ് നൽകി തരട്ടെ. ആമീൻ. ഇന്ന മബനൻ നജാത്തിൽ ഉഖ്റവിയ്യതി. അതാണ് നമ്മുടെ വിഷയം. പാരത്രിക ജീവിതത്തിലുള്ള രക്ഷ, നജാത്തുണ്ടല്ലോ, അത് മാബിനിയുൻ അതെടുക്കപ്പെട്ടതാണ് അലൽ ഇഅ്തിഖാദി സാദിഖിൽ ജാസിം. സാദിഖായ ഇഅ്തിഖാദ്, അത് ഇളകിപ്പോവാത്ത ഇഅ്തിഖാദിൻ്റെ മേലിൽ എടുക്കപ്പെട്ടതാണ്. അപ്പോൾ ഇഅ്തിഖാദുൽ ജാസിം ഉണ്ടായാൽ എന്താക്കും? അതിനെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിടക്കും. അപ്പം മൂപ്പർ സൂചിപ്പിക്കുന്നത് എന്താ? നമുക്കൊരു പത്ര വാർത്ത കിട്ടി. ആ വാർത്തയിൽ കേട്ട കാര്യം എന്താക്കുന്നത്? നമ്മൾ അങ്ങനെ തന്നെ അംഗീകരിക്കുന്നു, മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നു. അതിനെന്തൊക്കെ പേടിക്കപ്പെടുന്ന കാര്യം അതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ നമ്മൾ എന്താക്കും? അതിന് സംരക്ഷണത്തിന് വേണ്ടി കാര്യം നടത്തുന്നു. എല്ലാം സന്തോഷിക്കുന്നു, അല്ലെ ദുഃഖിക്കുന്നു, അല്ലെ ദ്വാരക്കുന്നു, എന്തെങ്കിലും നടക്കുന്നു. എന്നാൽ ഖുർആനിലോ ഹദീസിലോ വന്ന ഒരു കാര്യം വന്നാൽ എന്തുകൊണ്ട് നമുക്ക് ആ കൽബ് അത്തരത്തിലുള്ള അളവിലെങ്കിലും എത്താത്തെന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നു. ഖുർആനിലോ ഹദീസിലോ ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹു. ഒരു അണുമണി തൂക്കം ഖൈറാണ് പ്രവർത്തിച്ചതെങ്കിൽ എന്താക്കും? അവൻ കാണും. കാണലുകൊണ്ട് ഉദ്ദേശം എന്താണ്? അത് അനുഭവിക്കും എന്ന്. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ, ഷർറാണ് പ്രവർത്തിച്ചതെങ്കിൽ അതും കാണും, അനുഭവിച്ചേ തീരൂ എന്ന് പറഞ്ഞു. ഇതുപോലെ ഇന്നലതൈന അങ്കാലം വ ജഹീമ. ഇവിടെ കൈക്കിടാനുള്ള ആമങ്ങളുണ്ട്, കഴുത്തിനിടാനുള്ള ചങ്ങലകളുണ്ട്, ജഹീമുണ്ട്. ഇത് പറയുമ്പോൾ ഒരു പത്രവാർത്തയിൽ കേട്ട ഒരു മാനസിക പരിവർത്തനം പോലും എന്തുകൊണ്ട് ഖുർആനിലൂടെ നമുക്കുണ്ടായില്ല? നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. തത്തുല്യമായിട്ടെങ്കിലും ഉണ്ടെങ്കിൽ ഈ പത്രത്തിലോ അല്ല വാട്സപ്പിലോ എന്തെങ്കിലും വന്ന വാർത്തയോട് ആ അളവിലെങ്കിലും എന്താക്കിയിട്ടുണ്ടാവും, നമ്മൾ ഇതൊരു സാധനം കൊടുത്തിട്ടുണ്ടാവും. അതേ അവസരത്തെ അത് ചിലപ്പോൾ വ്യാജമാകാം, നമ്മളെ പൂളാക്കുന്ന വിഷയമായിരിക്കും. എന്നാൽ നമ്മളെ കൽപ്പങ്ങോട്ട് അംഗീകരിച്ചു. ഒരു ജുലൂസുകാരം അല്ലെന്ന് പറയേ വേണ്ടു. അപ്പോഴൊക്കെ അംഗീകാരം വന്ന് നാളെ കുടിയിലൂടെ പരന്തൊക്കെ തച്ച് പൊളിച്ച് 4-ാം വശമാക്കിയിട്ട് എന്താക്കും? ഇറാഖിൽ ബോംബിട്ട മതിയാക്കി മാറ്റിയിട്ടുണ്ടാവും. നാളെ മറ്റന്നാളെ കുടിയിൽ കൊണ്ടിട്ട് പരിഹരിക്കും, തച്ച് പൊളിച്ചിട്ടുണ്ടാവും.
എന്താ പറയുന്നത്? ഒരു പുലാൻ പറഞ്ഞിട്ട് പോലും എന്തേ താമസിച്ചെങ്കിൽ എല്ലാം നാശം വരുമെന്ന്. ആ നാശം വരുമെന്ന വാക്ക് തീ കൊളുത്തുമ്പോഴേക്ക് ഇവിടെ പടക്കം പൊട്ടി പരിമളിക്കലേ. ചിലപ്പം കൊല്ലങ്ങളോളം പണിയെടുത്ത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വരേക്കും ഒരൊറ്റ നിമിഷം കൊണ്ട് തകർക്കുന്നു. കൽബിൽ കണ്ട എത്തിക്കാത് കണ്ട. ഇത്തരത്തിൽ എന്തുകൊണ്ട് ഖുർആനോ ഹദീസോ പറഞ്ഞ ഒരു കാര്യം നമ്മളെ മനസ്സിൽ തറക്കുന്നില്ല എന്നാണ് ചിന്താവിഷയം. അതിന് ചില കാരണങ്ങളുണ്ട്. അതിനെന്താക്കും? ബുദ്ധിനെ എന്താക്കുന്നു? രണ്ട് ഭാഗമാക്കി മൂപ്പർത്തിരിക്കുന്നുണ്ട്. അത് മറ്റുള്ള കിതാബിലൊന്നും കാണാത്തൊരു പ്രത്യേക ശൈലിയാണ്. കാര്യം ഉൾക്കൊള്ളുന്ന ഇദ്റാക്ക് ചെയ്യുന്ന അക്കിലുണ്ടല്ലോ, അക്കിലിനെ രണ്ട് ഭാഗത്തേക്ക് തിരിക്കും. എന്നിട്ടോ ഒന്നെങ്കിൽ രണ്ട് ഭാഗവും ഉപയോഗശൂന്യമായിട്ട് കിടക്കും, അല്ലെങ്കിൽ രണ്ട് ഭാഗവും ഉപയോഗപ്രദമായിട്ട് മാറും. അല്ലെങ്കിലോ ഏകാവിഷയമായി ബുദ്ധിനെന്താക്കി എ ആയിട്ടും ബി ആയിട്ടും തിരിക്കും. ഒന്നെങ്കിൽ എന്തുണ്ടാകും? എ ഫക്കത്ത്, അല്ലെങ്കിൽ ബി ഫക്കത്ത്, അല്ലെങ്കിലോ എ പ്ലസ് ബി, അതല്ലെങ്കിലോ ലാ എ വല ബി. നാലുമില്ല. നാലല്ലേ? ഈ നാലിൽ എന്തിലോ പെട്ടിട്ടുണ്ടെന്നാണ് ഇൻഷാ അല്ലാഹ് വിശദീകരണം കൊണ്ട് തിരിയും. അപ്പോൾ അലൽ ഇഅ്തിഖാദി സാദിഖിൽ ജാസിം, എന്തുകൊണ്ടുള്ള ഇഅ്തിഖാദ്? ബിമാ വഅദല്ലാഹു വറസൂലുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലും നമ്മളോട് വാഗ്ദാനം ചെയ്ത പല കാര്യങ്ങൾ. എന്താ വാഗ്ദാനം? ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹു വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹു. ആരുടെയും വ്യാമോഹം ലൈസ ബി അമാനിയിക്കും വല അമാനി അഹ്ലുൽ കിതാബ് മൻ യഅമൽ സൂഅൻ യുജ്സ ബിഹി. അഹ്ലുൽ കിതാബോ മറ്റുള്ളവരോ വ്യാമോഹിക്കുന്നത് പോലെയുള്ള വ്യാമോഹം ഒന്നുകൂടെ വെച്ച് പുലർത്തണ്ട. ചെയ്തത് സൂ ആണെങ്കിൽ കടുത്ത ശിക്ഷ കിട്ടും, ചെയ്തത് ഖൈറാണെങ്കിൽ തക്കതായ പ്രതിഫലം കിട്ടും. ഈ വാഗ്ദാനം കൊണ്ടുള്ള ജാസിമായ ഇഅ്തിഖാദ് മിൻ ഉമൂരിൽ ആഖിറ, അത് അൽ മുഖാലിഫത്തിൽ യഖൂലിനാഖിസത്തി, നമ്മുടെ എളിയ ബുദ്ധിക്ക് ചിലപ്പോൾ എന്താകും? അത് ഉൾക്കൊണ്ടു എന്ന് വരില്ല. അപ്പം എന്താക്കുന്നറിയോ? ആ എളിയ ബുദ്ധിയാണെങ്കിൽ എങ്ങനെ ഏത് എന്നൊക്കെ ചോദിച്ചതിൻ്റെ പിന്നാലെ ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പിന്നാലെ അത് ഊതിക്കത്തിക്കാൻ വേണ്ടി ആര് കാത്തിക്കുന്നുണ്ട്? ശൈത്താനും കാത്തിക്കുന്നുണ്ട്, ശൈത്താൻ കൂടിയ വിഭാഗവും കാത്തിക്കുന്നുണ്ട്. മരിച്ച് മണ്ണായിട്ട് കോരിക്കളിച്ച ഒന്നും കാണാതെ ദ്രവിച്ചോ, ഇത് പുതിയൊരു ജദീദ്, പുതിയ പടപ്പായിട്ട് എണീച്ച് വരുമോ, എന്നിട്ട് സ്വർഗത്തിൽ കിടക്കും പോലും എന്ന് പറഞ്ഞാൽ ആർക്കാ ഉൾക്കൊള്ളുക എന്ന് ചോദിക്കും. ഇവിടെ എന്താ പറ്റി? അൽ മുഖാലിഫത്തിൽ യഖൂലുനാഖിസത്തി. അതിന് ഉദാഹരണം എന്താ പറയും? ഒന്ന് കഹിയാഇൽ മൗത ബഅദൽ ഫനാ, മരിച്ച് മണ്ണിലടക്കി, മണ്ണുമായി ചേർന്ന് എല്ലാം ദ്രവിച്ച് എല്ലാം പോയി. കുറേ നൂറ്റാണ്ട് കഴിഞ്ഞാൽ കളിച്ചു നോക്കിയാൽ ഒന്നും കാണില്ലല്ലോ. ഇതിൽ നിന്നൊരു പുതിയ ജീവി ഉണ്ടാകും. അദ്ദേഹം ജീവിതത്തിൽ ചെയ്ത മുഴുവൻ തെറ്റുകുറ്റങ്ങൾക്ക് എന്താകും? ശിക്ഷ അനുഭവിക്കും. മുഴുവൻ ഖൈറാത്തിനും പ്രതിഫലം കൊടുക്കും. ഒന്നെങ്കിൽ സ്വർഗത്തിൽ ഉല്ലസിക്കും, അല്ലെങ്കിൽ നരകത്തിൽ ശിക്ഷ അനുഭവിക്കും. ഇത് പെട്ടെന്ന് നാക്കിസായ ബുദ്ധിക്ക് ഉൾക്കൊള്ളൂല. രണ്ട് വഅദാബിൽ ഖബറിൽ ഫുജ്ജാരി, ഫുജ്ജാറുകളായ ആളുകൾക്കുന്നുണ്ട് അദാബുൽ ഖബറുണ്ട് എന്ന് പറഞ്ഞാൽ സാധാരണ ചെറിയ ബുദ്ധി സമ്മതിക്കൂല. മനസ്സിലാകുന്നുണ്ടോ? സലാമത്തിൽ ജസദിൽ മയ്യിത്തെ തടിക്കൊന്നും കാണുന്നില്ല, കളിച്ചു നോക്കിയാൽ മുങ്കറിനെയും കാണുന്നില്ല, നക്കീറിനെയും കാണുന്നില്ല അലൈഹി സ്വലാത്തു വസ്സലാം. ഇയാൾ എണീപ്പിച്ചിരിക്കുന്നതും കാണുന്നില്ല, ചോദ്യവും കാണുന്നില്ല, അയാൾക്ക് അടിയും കിട്ടുന്നതും കാണുന്നില്ല, ഒന്നുമില്ല. പറഞ്ഞു തരുന്നെന്താ? മുങ്കർ നക്കീറുണ്ട്. ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പോയിന്റ് എഴുതി വെക്കണം. നമുക്കെല്ലാം നമ്മുടെ മൊത്തത്തിലുള്ള ചർച്ചകളാണിത്. വാദിമ റദിയത്തി ആസാറിൽ അദാബി, റുയ്യത്തി എന്നാണ് വേണ്ടത്, അതാണ് റദിയത്തൈപ്പലെന്ന്. അദാബിൻ്റെ അലാമത്തൊന്നും ഇയാൾ കാണുന്നില്ല. തടിയെ കളിച്ചൊക്കെ അങ്ങനെ തന്നെ കാണുന്നുണ്ട്. നമ്മളിപ്പോൾ തൽക്കീൻ ഓതി തസ്ബീഹത്തും ചൊല്ലിയിട്ട് പോയിട്ട് ഇയാൾക്ക് എന്താ ഒന്നും കാണുന്നില്ല. ഇനി വൽ ഹശ്രി വൻ നശ്രി വൽ മീസാൻ, ഓർമ്മിച്ചു കൂട്ടലുണ്ട്, ഇവരെ നന്മതിന്മകൾ തൂക്കലുണ്ട്, അതിന് തക്കതായ പ്രതിഫലം കൊടുക്കുന്നുണ്ട്. ഹൈസു തൂസനുൽ അഅമാൽ, അഅമാൽ തൂക്കുന്നു. എത്തരത്തിൽ വഹിയമിനൽ അഅറാൽ, അഅമാൽ എന്താ? അഅറാലാണ്. അഅറാന്ന് വെച്ചാൽ ഇങ്ങനെ നോക്കിയാൽ കിട്ടാവുന്ന ഒരു എന്താണ് മഹസൂസായ ഒരു സാധനമല്ലല്ലോ. അപ്പോൾ ഈ അഅമാൽ എങ്ങനെ തൂക്കല്? പക്ഷെ അതിന് ഇപ്പം ഈ കാലത്ത് ഉത്തരമുണ്ട്.
ഈ വോൾട്ടേജ് എന്നെല്ലാം പറഞ്ഞത് ചൂടൊന്നും നടപ്പെല്ലാം എന്താ ആറാന്നല്ലേ തൂക്കുന്നില്ലേ? അത് മുപ്പറ് പറയും. ഒരു 100 കൊല്ലം അപ്പുറം ഇതൊക്കെ പറഞ്ഞാൽ ആരും അംഗീകരിക്കില്ല, തല്ല് കിട്ടും, ഇവനെ ഭ്രാന്തനാക്കും, ചണ്ട കൊട്ടി ഓടിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷെ വന്ന് നോക്കുമ്പോഴോ എല്ലാം ശരി. ഇനെന്തെല്ലാം വരാനുണ്ട്? വസ്സിറാത്തി അതൊക്കെ മിനശ്ശായർ, രോമത്തിനേക്കാണ് നേരി സിറാത്ത് പാലത്തും ഉൾക്കൂടി കടക്കലുണ്ട് എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളുവോ? വയമുറു അലൈഹി ബാദും കൽ ബർക്കിൽ ഖാത്തിഫ്, ചിലർ മിന്നൽ പ്രകാശം പോകുന്നത് പോലെ എന്താകുന്നു, കടന്നു പോകുന്നു. വബഅദുഹും കദ്ദീഹിൽ ആസിഫ്, ചിലർ കാറ്റടിക്കുന്നത് പോലെ. വബഅദുഹും കറാക്കിബ്, ചിലർ വാഹനത്തിൽ സഞ്ചരിക്കുന്നത് പോലെ. വബഅദുഹും കൽമാഷി, ചിലർ നടന്നുകൊണ്ട്. വബഅദുഹും ഹബുവൻ, ചിലർ ചന്തയിട്ട് നിരങ്ങിയിട്ട് പോകുന്നു, മുടന്തന്മാർ പോകും പോലെ, കൈകാലും ഇല്ലാത്ത. വബഅദ ദാലിക ഇമ്മാ റൗഹും വറൈഹാൻ അൽ ജന്ന, അതിനുശേഷം കാലകാലം സുഖിക്കുവാനുള്ള സ്വർഗമാകാം. വഇമ്മ അദാബും വഖുസ്റാനു ജഹന്നം, അല്ലെങ്കിലോ കാലകാലം ദുഃഖിക്കുവാനുള്ള അദാബു ജഹന്നമായിരിക്കാം. വഖദ് അൻകറ ജമീഅ ദാലിക മൻ കാന ഫീ ഖൽബിഹി മറദ്, കൽബിൽ മറന്നുള്ള കൂട്ടർ ഇത് കംപ്ലീറ്റ് നിഷേധിക്കും. ഇതെന്തായി പറയുന്നത്? ഇവരെന്താ പറയുന്നത്? ഇതൊക്കെ നടക്കുന്നോ? അപ്പോൾ കൽബിൽ മറന്നിട്ടുണ്ട്, കൽബ് മരിച്ച കൂട്ടരുണ്ട്, കൽബിൽ മറന്നുള്ള കൂട്ടരുണ്ട്, ആരോഗ്യപ്രദമായ കൽബുള്ള കൂട്ടരുണ്ട്. അപ്പോൾ ഫീ ഖുലൂബിഹിം മറദുൻ എന്ന് ഖുർആനിൽ പറഞ്ഞില്ലേ, കൽബിൽ മറന്നുള്ള കൂട്ടർ. അപ്പം ഇത്തിബാഉ ഖൗലിഹിം നാഖിസ, അവരുടെ പരിമിതമായ ബുദ്ധിയാണ് അവർ നേതാവാക്കിയത്. ആ ബുദ്ധി യെസ് പറഞ്ഞ സംഗതി യെസ്, അല്ലെങ്കിലോ നോ, ഇതെല്ലാം കളവ്. മനസ്സിലാകുന്നുണ്ടല്ലോ? മറന്നു കുഫ്രായി, മറ്റിലേക്ക് ഇഷ്കാലോ. അതായത് കുഫ്രാണെന്ന് തുറന്ന് പറയുകയും ചെയ്യില്ല, അവരോട് ഇങ്ങനെ വേണോ വേണ്ടിയോ ഉണ്ടോ ഇല്ലയോ എന്നായിരിക്കും കളിക്കുന്നുണ്ടാവില്ല. വൽ ഈമാനുൽ കാമിലുൽ യഖീൻ അൽ ജാസിമു, യഖീന് ഉറച്ചിരിക്കുന്ന കാമിലായ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? അൽ ജാസിമു ബിമാ നതഖ ബിഹിൽ ഖുർആൻ, ഖുർആൻ നമ്മളോട് എന്താണോ മുടിഞ്ഞു പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടുള്ള ജസ്മ്. ഖുർആൻ അങ്ങനെ പറഞ്ഞെങ്കിൽ അങ്ങനെ തന്നെ. ലോകം മുഴുവനും അതിനിളക്കി മറിക്കാൻ വന്നാലും എന്താവില്ല, കൽവിൻ്റെ ഒരു മാറ്റം ഉണ്ടാവില്ല. അങ്ങനെ തന്നെ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞില്ലേ, ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞ് വന്നപ്പോൾ എല്ലാവരും കളവാക്കി. സിദ്ദീഖ് തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നാൽ ഞാൻ നേരത്തെ വിശ്വസിച്ചിട്ടുണ്ടെന്ന്. ആ വഖറബിഹി ബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്താക്കും ഫീ സഹീഹിൽ ഹദീസിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. വഇൻ കാനത്ത് ഉഖൂലുന നാഖിസതു തഅബാ മിൻ ദാലിക്, നമ്മുടെ നാഖിസായ പരിമിതമായ അളവിലുള്ള ബുദ്ധിയുണ്ടല്ലോ അതിനെന്താക്കും, ചിലപ്പം തള്ളിക്കളഞ്ഞെന്ന് വരും. വഇൻ ഉഖൂലനാ ലൈസത് കാഫിയതൻ ഫീ ഇദ്റാകിൽ മുഗയ്യബാത്ത് വൽ ഉമൂറുൽ ഖാരിഖത്തി ലിൽ ആദാത്ത്, ആദാത്തിൻ്റെ വിരുദ്ധമായി ലോകത്തിൽ വരാൻ പോകുന്ന കുറേ കാര്യങ്ങൾ, ഗൈബിയായ കാര്യങ്ങൾ, അതെല്ലാം അംഗീകരിക്കാൻ നമ്മളെ ഈ ബാഹ്യമായ ബുദ്ധി മതിയാവൂല. അണുമുപ്പർ പറയുന്നുണ്ട് ഖുർആൻ തുടക്കുമ്പോൾ തന്നെ ഹുദല്ലിൽ മുത്തഖീൻ, ഇതൊരു പ്രത്യേക ഗ്രന്ഥമാണ്. ദാലിക്കൽ കിതാബ്, ഇതൊരു പ്രത്യേക ഗ്രന്ഥമാണ്. എൻ്റെ പുറം ലാ റൈബ ഫീഹി, അത് സംശയിക്കാനേ ഇല്ല. ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് ഹുദയാണ്. ആരാന്ന് ഖുർആൻ കൊണ്ട് ഹിദായത്ത് കിട്ടുന്ന മുത്തഖീങ്ങൾ? യുമിനൂന ബിൽ ഗൈബി, ഗൈബ് കൊണ്ട് വിശ്വസിക്കുന്നവരാണെന്നാണ്. ഗൈബ് കൊണ്ട് വിശ്വസിക്കണം. ഇനി വദ്ദലീലു അലാ നുഖ്സാനി ഉഖൂലിന, നമ്മുടെ അക്കലിൻ്റെ പോരായ്മയുണ്ട്, പരിമിതികളുണ്ട് എന്നുള്ളതിന് തെളിവെന്താ? അൽ മുശാഹദത്തു ലിൽ ഉമൂരിൽ അലീമത്തിൽ അജീബ, അത്ഭുതകരമായ മനുഷ്യനെ എന്താകും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഇന്ന് കണ്ടുപിടുത്തത്തിൽ കൂടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പഴയ കാലത്ത് എന്താണ് ട്രങ്ക് കോള് മറ്റേ കോള് ബുക്ക് ചെയ്തിട്ടുണ്ട്, നേരം വെളുത്ത് വേന്തോരം കാത്തിരുന്നിട്ട് ഇങ്ങനെ തിരിക്കില്ല, അവിടെ പോയിട്ട് എന്താ ഇരിക്കുന്നത്, ആ ട്രങ്ക് കോള് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ തീർന്നു. ഹലോ നോട്ട് അടുത്തേക്കെത്തി, അബുദാബിയിലേക്ക് വിളിച്ചു, നാട്ടിലേക്ക് വിളിച്ചു, അമേരിക്കയിലേക്ക് വിളിച്ചു. ലോകത്തിൻ്റെ മുഖ്യ മൂലകൾ തമ്മിൽ എന്താ ഒരു എല്ലാം ലഹലോണ്ട് ബന്ധപ്പെടാൻ കഴിയുന്നുണ്ട്. ഒരു കാലത്ത് ഉപ്പാനെയും ഉമ്മാനെയും കാണൂല, ഇപ്പോൾ ഫോട്ടോന് മുമ്പിൽ തന്നെ നേരെ സംസാരിക്കാമല്ലോ. ഈ അജീബായ കാര്യങ്ങളെ പറ്റി പറയുന്ന അഹദത്തഹൽ ഹുക്കമാഉൽ ഉറുബിയ്യ ഫി ഹാദ സമാൻ, ഈ കാലഘട്ടത്തിനുള്ള പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ.
എന്താ മീൻ തൈറാനുൽ അജ്സാമി സക്കീലത്തി ഫിൽ ഹവാ, വലിയ ഭാരം വഹിച്ചുകൊണ്ട് എത്ര ടൺ തൂക്കം ഉണ്ടാകും ഈ പ്ലെയിനിൽ തൂക്കിയാൽ, എത്ര ആളെ ചരക്കും സാമാനോ. അനുവദിക്കപ്പെട്ട പരിധി മാത്രം 25 kg മാത്രം തൂക്കിയാൽ ഈ യാത്രക്കാർ കൊണ്ട് എത്ര തൂക്കുണ്ട്. അത് ഇഞ്ചിൻ്റെ ഭാരം എത്ര ഉണ്ട്, അത് നിറച്ച എണ്ണൻ്റെ തൂക്കം എത്ര ഉണ്ട്, മറ്റു പാർട്സിൻ്റെ തൂക്കം എത്ര ഉണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് ഒരൊറ്റ പറക്കുന്നു. വഖത്തെ മസാഫത്തിൽ ഷഹിരി, ഒരു മാസം സഞ്ചരിച്ചാലെത്താവുന്ന ദൂരം ഫിയക്കല്ലമിൻ നിസ്ഫല്യോ, ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ എത്തിക്കഴിഞ്ഞു. രാവിലെ ഞാൻ കത്തിടക്കിയിട്ട് ഉച്ചക്ക് ചോറിക്കല് മക്കത്തുനിന്നാന്ന് സമീകരിച്ച ആൾ ലുഹുറുസ്കാരടുന്ന് മക്കത്തുനിന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ കഴിയോ? അക്കാലത്ത് രാവിലെ ഓർപ്പെട്ട് കണ്ണൂരെത്തുമ്പോൾ വിന്നരേ അക്കാലത്തുള്ള വണ്ടി അങ്ങനെയാണ്. വഹബസിൽ ആലത്തിൽ ഫോണിയ, ഫോണായ സാധനത്തിൽ പറഞ്ഞ കാര്യം ഒന്നും ഫീഡ് ചെയ്തിട്ട് എന്താക്കും, അയാൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ തിരിച്ചങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മഴലായിട്ടും പ്രസംഗമായിട്ടും പാട്ടായിട്ടും എല്ലാം. വഹിക്കാറ്റ് ദാലിക്കസ്തൗതി കമാഖാന മിൻ ഗൈരി സിയാദത്തിൻ വലാ നുഖ്സാൻ, എള്ളാനുള്ളത് പോലെ ഒരു അക്ഷരം വേറുകയോ കുറയുകയോ ഒന്നും ഒരു മാറ്റവും ഇല്ലാതെ എന്താക്കും റിസൈറ്റ് ചെയ്യുന്നില്ലേ. വസമാഇൽ നസ്വാത്തി മിൻ അക്സൽ ബിലാദി ഫിൽ ഖുറത്തിൽ അർളിയ, ഭൂമിയാകുന്ന ഗോളത്തിൽ ഏതോ ഒരു ഭാഗത്തുള്ള ഒരാളുമായിട്ട് എന്താക്കാൻ കഴിയുന്നു, കമ്മ്യൂണിക്കേഷൻ നടത്താൻ കഴിയുന്നുണ്ട്. ബിദരിയത്തി സനാദിയക്കല്ലത്തി ഹദസൂഹ, ഇപ്പം ഉണ്ടാക്കിയ ഒരു പെട്ടിയുണ്ട്. പെട്ടി ഏതാന്ന് നമുക്കറിയാം, മൊബൈൽ തന്നെ. വത്തിൽഖിറാഫാത്തിൽ ഹവായിയ, വായുള്ളിൽ കൂടി ഇതിൻ്റെ സഞ്ചാരം കാണുന്നില്ല, കമ്പിയല്ലേ, ഇതിൽ കൂടിയാണ് പോകുന്നത്. വകൈലതാലിക്ക് മിമ്മ തഹയ്യറുൽ ഉഖൂൽ, അഖലുകൾക്ക് തന്നെ എന്താക്കി ബേജാറായി പോകുന്നു ഈ കണ്ടുപിടുത്തം കണ്ടിട്ട്. ഇപ്പോൾ ഈ 10,000 വാഹനം ഓടിയിട്ട് ഇതിൻ്റെ മുഖാലഫാത്ത് ഇതിൻ്റെ മുവാഫക്കാത്ത മുഴുവൻ ഇവർക്ക് ഫൈനായിട്ട് ഇതായിട്ടും വരുന്നതാണെന്നില്ലേ. വലായഹത്തില കൊന്നി സുന്നത്തിഹ, അതിലെന്താണ് നടന്നിരിക്കുന്നത് എന്നുള്ളത് എന്താക്കാൻ കഴിയില്ല, കണ്ടുപിടിക്കാൻ കഴിയില്ല. എല്ലാ മങ്കാന മുമാരിസല്ലിത്തിൽ ആ ഫീൽഡുമായി ബന്ധപ്പെട്ട ആക്കല്ലാതെ കണ്ടതിൻ്റെ കാരണം കണ്ടെത്താൻ കഴിയില്ല. എന്നെപ്പോലത്തെ പോയത്തക്കാർക്കാണെങ്കിൽ എന്താ ഒന്നും തിരിയില്ല. ഫഹൽ യക്ബലു അക്കലൽ ഒക്കലായി കദീമം ഹദീസ, ഈ കാലത്താവട്ടെ പഴയ കാലത്താവട്ടെ ഏതെങ്കിലും അക്കൽ സമ്മതിക്കുമ്പോൾ മുജൂദ ഹാദിഹിലും ഒരു കമലൽ ഈജാദ് കാണുന്നതിന് മുമ്പ് ഒരു 50 കൊല്ലം കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ അക്കാലത്ത് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് തന്നെയാണ് ഇത് മരണത്തിന് ശേഷം ഹിസാബുണ്ട്, സിറാത്തുണ്ട്, മീസാനുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് വിശ്വസിക്കാത്ത കാര്യം എന്താക്കും, നാളെ വിശ്വസിക്കേണ്ടി വരും. കദാലിക ഉമൂറുൽ ആഖിറത്തില്ലത്തി നതക ബിഹൽ ഖുർആൻ, ഖുർആൻ നമ്മളോട് പറഞ്ഞിരുന്ന ഉഖറവിയായ പല കാര്യങ്ങളുണ്ടാവും. വജനൽ ജന്നതൈനി ദാൻ ജന്നാത്തു അദ്നിൻ മുഫത്തഹത്തൻ ലഹുമുൽ അബ്വാബ്, വാതിലുകൾ ഇങ്ങനെ തുറക്കലാണ്. എമിഗ്രേഷൻ കഴിഞ്ഞിട്ട് ഗേറ്റ് നടത്തുമ്പോൾക്ക് പോയിക്കൊന്നു പറയും. അത് കൃത്യമായി പോകാത്ത ആൾക്ക് അവിടെ കുടുങ്ങി തന്നെ, അത് തുറന്നു തരില്ല. മുഫത്തഹത്തൻ ലഹുമുൽ അബ്വാബ് കണ്ട, അത് കൈ കാട്ടിയ വെള്ളം അല്ലേ, കൈ എടുത്ത വെള്ളമില്ല. എന്താ അതുകൂടെ എണ്ണി പറയേണ്ട ആവശ്യമില്ല. നമ്മൾ നിത്യേന ദൈനംദിന ജീവിതത്തിൽ അനുഭവിക്കുന്ന കാര്യമാണ്. എന്നിട്ട് പറയുന്നു വാക്കിയത്തുൻ ലാ മഹാലത്ത, നിസ്സംശയം അത് പുലരുക തന്നെ ചെയ്യും. വൈകാനല്ലാക്കലോ യൗബാ, ആക്കല് ചിലപ്പോൾ എന്താവില്ല, സമ്മതിച്ചു വരില്ല. സമയത്തു മിമ്മൻ നസിഖു ബിഹി, എനിക്ക് വിശ്വാസമുള്ള ഒരാൾ പറയുന്നത് ഞാൻ കേട്ട്, അന്നഹദമിൻ ഉലമായി സിന്ധി ദഹബ ഇലാ ബിലാദിൽ ഇംഗ്ലീഷ്, സിന്ധ് നാട്ടുകാരനായ ഒരാൾ വിദേശ രാജ്യത്തിലേക്ക് പോയി, പുരോഗതി പ്രാപിച്ച നാടുണ്ടല്ലോ അവിടത്തേക്ക്. കാബില ഹാദിഹി സനത്തി, ഈ പറയുന്നതിൻ്റെ ഒരു കൊല്ലത്തിൻ്റെ മുമ്പാണ്. ബിൻ അഹബിൻ മിൻ സബീന സന, ഒരു 70 കൊല്ലത്തിൻ്റെ മുമ്പ് ഈ സംസാരിക്കുന്നത്. വറആ ഹുനാക്കൽ ബാഹിറത്തുൽ ബരിയത്തുൽ മുസമ്മാതി ബിർ റെയിൽ, ഒരു വാഹനം കണ്ടിട്ടുണ്ട്, അത് ആവി കൊണ്ടാണ് ഓടൽ, റെയിൽ എന്നാണ് പറ്റി പറയലെന്ന്. അതെ, റെയിലിൻ്റെ പാത. ആ റെയിൽ മാറി ഇനിയിപ്പോൾ മെട്രോ നോക്കുമ്പോൾ എന്താ അർത്ഥം, സംഗതി നോക്കറാ. എന്നിട്ടോ ഫലമ്മ റജായില സിന്ധിലേക്ക് വന്നിട്ട് അഖബറ ബിമാറ, അദ്ദേഹം കണ്ട അത്ഭുതങ്ങൾ പറയാൻ തുടങ്ങി. ഇവിടെ മറ്റുള്ള ആളോട് ഫകദബഹു അൽ സിന്ധ് കാതിയതൻ,
എല്ലാവരും അദ്ദേഹത്തിനെ കളിയാക്കി, അദ്ദേഹത്തിനെ പരിഹസിച്ചു. ഓ നസബുഹിൽ ജുനിയാക്ക് നാട് വിട്ടു പോയിട്ട് വന്നതെന്തോ ശരിക്ക് തലക്ക് സമയമില്ലാണ്ട് വന്നതാന്ന് പറഞ്ഞു. ഫമാ റഅ മഖലസൻ ഇല്ല സുഖൂദ്. അതിന് മറുപടി ഒന്നും ഞാൻ കണ്ടതല്ല ഞാൻ പറയുന്നത്. ഇതിന് മറുപടി പറഞ്ഞിട്ട് എന്താ കാര്യം? അതുകൊണ്ട് അതിന് മറുപടി പറയാതെ സുക്കൂത്തല്ലാതെ വേറെ വഴിയില്ല. ഫലമ്മ ഹദീസ റെയിൽ ഫി സിന്ധി, സിന്ധിൽ റെയിൽ വന്ന് നോക്കുമ്പോൾ റഅഹുയ്യാനൻ നദിമോല തക്രീമിയ്യ, അദ്ദേഹത്തിന് നമുക്ക് കളവാക്കി തെറ്റായിപ്പോയി ശരിക്കും ബോധ്യപ്പെട്ടു. വഅലിമു അന്നഹു കാന സാദിഖൻ ഫീമാ അഖ്ബർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് സത്യം തന്നെയാണ് എന്ന് നാട്ടുകാർക്ക് സമ്മതിക്കേണ്ടി വന്നു. ഇത് തന്നെയാണ് കാലു യാ വൈലന മം ബഅസന മിൻ മർഖദിന, നമ്മൾ ഈ ഉറങ്ങിക്കിടക്കുന്നതിന്ന് നമ്മൾ ആരെ എണീപ്പിച്ചത് എന്ന് ഇങ്ങനെ നോക്കിയാണ്. ഉറങ്ങി എണീച്ചാണോ മതി. ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. റഹ്മാനായ അള്ളാഹു പണ്ടേ വാഗ്ദാനം ചെയ്തതും മുർസലീങ്ങൾ സത്യമായി നിങ്ങളെ അറിയിച്ചു തന്നതുമായ ആ ദിവസം ഇത് തന്നെയാണ്. വഹാദിഹി കുല്ലുഹു മിൻ ഖുസൂരി അഫ്ഹാമിന. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമ്മളെ ഫഹമിൻ്റെ കുറവാണ്. അപ്പം നമ്മളെ അഖിലിൻ്റെ അപ്പുറമുള്ള ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് അതിന് മാത്രം വിശാലമാണ്. ഖില്ലത്തുഖൂലിന ഹൈതു മാ നഫഹമു ഇല്ലൽ മഹ്സൂസാത്ത് വമാ നുസദ്ദിഖു ഇല്ലൽ മഅ്ലൂഫാത്ത്. നമുക്ക് നിത്യേന അനുഭവിക്കുന്നതും അനുഭവിച്ചതുമായ കാര്യങ്ങളല്ലാണ്ട് അംഗീകരിക്കൂല എന്ന് പറയുന്നത് ബുദ്ധിയുടെ വിവേകക്കുറവാണ്, പരിമിതികളാണ്. ഫന്നജാത്തു, അതുകൊണ്ട് രക്ഷാമാർഗം ഇവിടെ ഫിൽ ഇദ്ആനി വത്തസ്ലീമി, ദീൻ പറഞ്ഞ കാര്യത്തിൽ അങ്ങോട്ട് സമ്മതിച്ചേക്കുക. മുഗർ നക്കീറുണ്ടോ? ഉണ്ട്. എവിടെ? തുറന്നിട്ട് കാണുന്നില്ല. കാണൂല, എനിക്ക് കാണൂല. കാണാത്ത മുഅ്ജിസാത്ത് കൊണ്ട് തെളിയിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 കൊല്ലം സമ്മതിച്ചല്ലോ അമീനാണെന്ന്. അവർ പറഞ്ഞാൽ ഇനി വിശ്വസിക്കാനല്ലേ. വത്മിനാനിൽ ഖൽബി ബിൽ യഖീനിൽ ജാസിം, നല്ല യഖീനോടുകൂടി എന്താക്കണം? കൽബിന് തുമനീനത്ത് കിട്ടണം, സമാധാനം. ബിമാ നതഖ ബിഹിൽ ഖുർആൻ ഔ ഖബറ ബി സാദിഖുൽ അമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ മിൻ ഗൈരി തറദ്ദുദിൻ വതമഹുലിൻ വതസവ്വുഫിൻ വതഅവീൽ. എന്താ? ഉണ്ടോ ഇല്ലയോ, ഉണ്ടോ ഇല്ലയോ, നേരോ കളവോ, ഇതിങ്ങനെ തറദ്ദുദ്. തമഹുൽ എന്ന് പറഞ്ഞാൽ അത് ഒരു അസംഭവമായ മൊഹാലായ കാര്യമാണ്. അത് സംഭവിക്കുമോ? ഒരു മൊഹാല് പോലത്തെ സംഗതിയാണെന്നുള്ളത് എന്ന്. തസവ്വുഫ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ കേട്ട് വെക്കാം, പിറകെ ഞാൻ ബയ്യനത്തെല്ലാം വന്നാൽ ഇന്നാക്കാം, പിന്നീട് അംഗീകരിക്കും, ഇപ്പം പറയൂല. തഅവീൽ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ആയിരിക്കില്ല, ഇങ്ങനെ ആയിരിക്കും, ഞാൻ വളച്ചൊടിച്ചിട്ട് വേറെ ഏതെങ്കിലും വൈക്കൊണ്ട് പോകുക. കേട്ടോ? ഖാലല്ലാഹു സുബ്ഹാനഹു വതആല ഫീ മുഹ്കമി കിതാബിഹി അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അംപുദിലെ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, ഗൈബ് കൊണ്ട് വിശ്വസിക്കാൻ തയ്യാറുള്ളവർക്കേ ഖുർആൻ കൊണ്ട് ഹിദായത്തുള്ളൂ. ഗൈബ് എന്നൊരു സാധനമുണ്ട്, അത് അംഗീകരിക്കേണ്ടി വരും. ഇനി നോക്കാം. വഅക്സറു ഖസസിൽ ഖുർആൻ അല്ലദീ മിൻ ഹാദൽ ഖബീൽ. ഖുർആനിൽ ധാരാളം ചരിത്രങ്ങൾ 30-20 എണ്ണുന്നുണ്ട്. അല്ല, ഇൻഡെക്സ് മാത്രം. കിസ്സ മുഴുവൻ വ്യാഖ്യാനിച്ച കിതാബ് തീരൂല. അത് മിൻ ഹാദിൽ എന്താണ് ഈ കബീലിൽപ്പെട്ടാണ്. മിനൽ ഉമൂറില്ലത്തി യഅ്ബാഹൽ ഉഖൂലുൽ മആശിയ്യ, ഈ ഭൗതികമായി മാത്രം കാണുന്ന ബുദ്ധിയുണ്ടല്ലോ, പ്രത്യക്ഷമായ ബുദ്ധി, അതിന് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഉദാഹരണത്തിന് കഖിസ്സത്തി ഖതീൽ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലിൽ ഒരു കൊലപാതകം നടന്നു. നമ്മളിപ്പോൾ അടുത്ത് തൻബീറുൽ അദ്ഹാനിൽ ഓതിയിട്ടുണ്ട്. ആയത്തെടുത്തിട്ട് അൽ ബഖറയിൽ വഇദ ഖതൽതും നഫ്സൻ ഫദ്ദാറത് വഇദ് ഖാല മൂസ ലിഖൗമിഹി ഇന്നല്ലാഹ യഅ്മുറുകും അൻ തദ്ബഹു ബഖറ. ആ കിസ്സയിൽ ദൗര്യ കേൾക്കാത്ത ആളും ഉണ്ടാവല്ല, ഇനി സൂചന നൽകാന്നു. തുടക്കത്തിലുണ്ടായിരുന്നു. وَإِذْ قَالَ مُوسَى لِقَوْمِهِ إِنَّ اللَّهَ يَأْمُرُكُمْ أَن تَذْبَحُوا بَقَرَةً. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ കൗമിനോട് പറഞ്ഞു, അല്ലാഹു തആല കൽപ്പിച്ചിട്ടുണ്ട് നിങ്ങളൊരു പശുവിനെ അറക്കണമെന്ന്.
ആ കൽപ്പന മാത്രം അനുസരിച്ച് ഏത് പശുവിനെ അറുത്താലും എന്തായി കാര്യം നിർവഹിച്ചു. പിന്നെ ഇവർക്കൊരു കുരുത്തക്കേടുണ്ട്, എങ്ങനത്തേത്, അതിൻ്റെ കളർ എന്താണ്, എങ്ങനെയാണ് കുറേ ചോദ്യോത്തരങ്ങൾ കഴിഞ്ഞ് ഇരിക്കട്ട്. ആ ചോദ്യത്തിനൊക്കെ അല്ലാഹു തആല എന്താക്കും, പശുവിനെ വർണ്ണിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തിനാണ് ഈ പശുവിനെ അർത്ഥത്? അതാണ് വൈദ ഖതൽതും നഫ്സൻ ഫർദാറഅ്തും ഫീഹ. ഒരാളെ നിങ്ങൾ കൊന്നിട്ട് എന്താക്കിയെന്നറിയാം, അപ്പുറത്തെ നാട്ടിൽ കൊണ്ടുപോയി ചുറ്റു. അപ്പം നാട്ടുകാരെല്ലാം കൂടെ എന്താക്കി കൊലപാതകം കിട്ടാണ്ട് ആ നാട്ടിൽപ്പെട്ട ആരോ ആണ് കൊന്നത് എന്ന് സാഹചര്യത്തെ തെളിവെടുത്തു. അല്ലേ നമ്മൾ ഇച്ച പറഞ്ഞത്. ഈ കേസ് എവിടെ എത്തി? മൂസ അലൈഹിസ്സലാമിൻ്റെ അടുക്കിലെത്തിയിട്ട് കേസ് തെളിയിക്കണമെന്ന് പറഞ്ഞു. അള്ളാഹു എടുക്കുന്ന ഒരു പശുവിനെ ഇറക്കുക, അതിൻ്റെ ഒരു പ്രത്യേക ഭാഗം എടുത്തിട്ട് നല്ല അടി കൊടുക്കാർക്ക് ഈ മയ്യത്തിന്. അപ്പം മയ്യത്ത് എന്താകും? ഹയാത്താകും. ഹയാത്തായിട്ട് എന്നെ ഇന്നാൾ ഇന്ന രൂപത്തിലാണ് കൊന്നിരിക്കുന്നത് എന്ന് മൊഴി നൽകും. പിന്നീട് അദ്ദേഹം മരണപ്പെടും. അതിനടിസ്ഥാനത്തിൽ കേസ് വിധിക്കാം. ഇതല്ല ചുരുക്കം സാരം പറയാം. അപ്പം ബിൽഅർബി ബഅദ അലാഇൽ ബഖറത്തി അലൈഹി, ഈ പശുവിൻ്റെ ചില ഭാഗം എടുത്തിട്ട് എന്താക്കണം? അടി കൊടുക്കണം. വ ഇഖ്ബാരിഹി ബിൽ ഖാതിൽ, എന്ന കൊലപാതകം നടത്തിയ ഘാതകനെ കുറിച്ച് എന്താക്കും? അത് പറഞ്ഞു തരും. ഇത് പറയട്ടെ, ഒരു കൊലപാതകം നടക്കുക, എന്നിട്ട് ഏതോ ഒരു പശുവിനെ ഇറക്കുക, എന്നിട്ട് അതിൻ്റെ ഒരു ഞരമ്പെടുത്തിട്ട് എന്താക്കുക? മയ്യത്തിന് അടി കൊടുക്കുക. അടി കൊടുത്തപ്പം മയ്യത്ത് ഹയാത്തായിട്ട് ഇന്നാൾ എന്നെ കൊന്നിരിക്കുന്നു, ഇന്ന വിധത്തിലാണ് കൊന്നത് എന്നൊക്കെ പറഞ്ഞു തരും. ഇത് പറഞ്ഞാൽ പ്രഥമമായ ബുദ്ധിക്ക് പറഞ്ഞാൽ എന്താ ഈ ഉത്തരം പറഞ്ഞിട്ട് കളിയാക്കലേക്കേണ്ടി വരും. ഒരു കിസ്സ വക്കാൻ കിസ്സത്തി മൗത്തി ഉസൈർ അലൈഹിസ്സലാം മഅ ദാബത്തിഹി വ ഇഹ്യാഇഹി ബഅദ മിഅത്തി ആം. രണ്ടാമത്തെ കിസ്സ എവിടെയെന്ന് ഔക്കല്ലദീ മർറ എടുത്താട്ടെ, കുറച്ചും കൂടെ അങ്ങോട്ട് പോട്ട് തിൽക റസൂലിനടുക്കെത്തി. ഔ കല്ലദീ മർറ അലാ ഖറിയത്തിൻ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹാ ഖാല അന്നാ യുഹ്യീ ഹാദിഹി അല്ലാഹു ബഅദ മൗതിഹാ ഫഅമാതഹു അല്ലാഹു മിഅത ആം സുമ്മ ബഅസഹു. ആരാണ്? ഉസൈർ. ഉസൈർ ആരാ? ബനു ഇസ്രായേലിലുള്ള ഒരു നബിയാണ്. അവരുടെ മഹത്വം കണ്ടിട്ട് എന്താക്കി യഹൂദികൾ അവർ അള്ളാഹിൻ്റെ മോനാന്ന് പറഞ്ഞിട്ടുണ്ട്, ഉസൈർ നബിനുല്ലാഹ്. ഉണ്ടാ ഈ ഉസൈർ എന്നവർ സഞ്ചരിക്കുന്നു എതിർക്കൂടി ബൈത്തുൽ മുഖദ്ദസിൽ അലാക്കറിയ ബുഖ്തൻ നസർ എന്ന് പറഞ്ഞിട്ട് ദുർമാർഗിയായ ഒരു രാജാവ് എന്താക്കി ബൈത്തുൽ മുഖദ്ദസ് ആകെ തകർത്ത് അവിടെ ജനങ്ങളെല്ലാം കൊല ചെയ്ത് ആകെ ഇനി ഉപയോഗശൂന്യമാക്കിയിട്ട് ഇനി ഒരാൾക്ക് താമസിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി വെച്ച്. അതിൽ കൂടിയാണ് ഇത് വാഹനപ്പുറത്ത് കുതിരപ്പുറത്ത് കയറിയിട്ട് ആര് പോന്നു? ഉസൈർ. ഇനി ഈ നാടിനെ പുനരുദ്ധരിച്ചുകൊണ്ട് പണ്ടത്തെ കോലത്തിലാകോ എന്ന് ഒരു സംശയം രേഖപ്പെടുത്തി. അള്ളാഹ് കഴിയില്ല എന്നല്ല, പക്ഷേ ഇത്രയും നാമശേഷമായപ്പോൾ അള്ളാഹു എന്താ ചെയ്ത്? ഫഅമാതഹുല്ലാഹു മിഅത ആം, 100 കൊല്ലം മൂപ്പുറം മരിപ്പിച്ചത്. 100 കൊല്ലം മരിച്ചവിടെ കിടന്ന ചോദ്യം ചോദിച്ചിട്ട് ആ മൃഗവും മരണപ്പെട്ടു. പിന്നെ കഴിക്കാൻ കൊണ്ടുവച്ച ഭക്ഷണം അങ്ങനെ തന്നെ ഉണ്ട് അവിടെ 100 കൊല്ലം. ഈ 100 കൊല്ലം മറ്റ് പൊടിമൃഗങ്ങളോ മറ്റു പക്ഷികളോ ഒന്നും കൊത്തുകയോ കാണുകയോ ഒന്നും ചെയ്യാത്ത രീതിയിൽ അല്ലാഹു സംരക്ഷണം കൊടുത്തിട്ടുണ്ട്. 100 കൊല്ലം കഴിഞ്ഞിട്ടാണ് എന്താക്കുന്നത്? ഹയാത്താക്കുന്നത്. അപ്പോൾ എന്താ ചോദ്യം? അവർ രാവിലെ ആണെങ്കിൽ വൈകുന്നേരം രണ്ടാമത് എണീപ്പിക്കും 100 കൊല്ലത്തിന് ശേഷം. സുമ്മ ബാസഹു ഖാല കം ലബിസ്ത, എത്ര കാലം കഴിഞ്ഞു എന്നാ ചോദ്യം. ലബിസ് യൗമൻ ഔ ബഅദ യൗം, ഒന്നുകിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ അല്പഭാഗം. ഖാല ബൽ ലബിസ്ത മിഅത ആം, 100 കൊല്ലം കഴിഞ്ഞ് ഉസൈറേ, 100 കൊല്ലം കഴിഞ്ഞ്. ഈ 100 കൊല്ലം കഴിഞ്ഞിട്ട് ഓരോ അതേ ആഫിയത്തോടു കൂടി അതേ ഹയാത്തോട് യൗവനത്തോടു കൂടി എന്താക്കി ജനിച്ചു നോക്കുമ്പോൾ ഇവരുടെ പേരക്കുട്ടികളിൽ എത്തുന്നതുകൊണ്ട് മൂപ്പർക്ക് മരിക്കുമുള്ള വയസ്സേ ഉള്ളൂ. വലിയ പപ്പാക്ക് പേരക്കുട്ടികളുണ്ടെങ്കിൽ ഇവനെ കണക്കത്താണ്. 100 വയസ്സ് തേഞ്ഞ പേരക്കുട്ടികളിൽ എന്തുണ്ട്? ഇവർ വലിയ പാപ്പ വഫാത്താകുമ്പോൾ 40 വയസ്സാണ്. 40 വയസ്സുള്ള വലിയ പാപ്പാക്ക് 100 വയസ്സിൽ പേരക്കുട്ടികൾ. അത് നീണ്ട കിച്ചാൽ നമ്മൾ തന്മീനുള്ള അത് വരും. ഇത് പറഞ്ഞാൽ ആർക്കും ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് നോക്ക്. രണ്ടെണ്ണയ്യേ വക കിസ്സത്തി ദബിഹിൽ ഖലീൽ അലൈഹിസ്സലാം അർബഅത മിന തുയൂർ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അല്ലാഹു തആല കൽപ്പന കൊടുത്തു, ഫഖുദ് അർബഅത മിന തുയൂർ, 4 പക്ഷികളെ പിടിക്കണം. മരിച്ചാൾ ഹയാത്താക്കുന്ന രീതി കാണണമെങ്കിൽ അതിന് തൊട്ടപ്പുറത്തുണ്ടാവും. അരിനി കൈഫ തുഹ്യിൽ മൗത, മരിച്ചാൾ ഹയാത്താക്കുന്ന രൂപം ഒന്ന് കാണിച്ചു തരും.
വിശ്വാസിയിലായിട്ടല്ല, ഒന്ന് കാണണം, കണ്ടത് വേറെ അല്ലേ, ആദ്യം അംഗീകരിച്ചിട്ടുണ്ട്. പാലാബലം തോമീൻ വിശ്വസിക്കുന്നില്ലേ, ഉണ്ട്. പക്ഷെ വലാക്കല്ലി എത്തുമ്പോ ഇന്ന കൽബി, നേരിട്ട് കണ്ടാൽ അതിനൊരു ഇതുണ്ടല്ലോ, ഒരു ഗ്രേഡ് കൂടുതലുണ്ടല്ലേ. എന്നാൽ ഫഹുദ് അർബാത്തമ്മിനത്തായി 4 പക്ഷികളെ പിടിച്ചോന്ന് പറഞ്ഞു. എന്നാൽ 4 പക്ഷി മുഹമ്മദ് തങ്ങളിപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്, അർബാത്തമ്മിനത്തുയൂരി തയ്യറു താഊസുനാ ദീകുൻ ഖുറാബുൻ നസ്റു. താഊസ് ഏതാ മയിൽ പക്ഷി, ദീക്ക് ഏതാന്ന് കോഴി, പിന്നെ ഖുറാബ് കാക്ക, നസ്ർ പരുന്ത്. ഈ 4 എണ്ണത്തിനെ പിടിച്ചിട്ട് എന്താക്കാൻ അറുക്കുക, അറുത്തിട്ട് തലാടത്തന്നെ വേറെ വെച്ചേ എല്ലാത്തിനെയും കൂടി ബാക്കി പാർട്സ് എല്ലാം എന്താക്കുക, കുറച്ച് ചതച്ചെല്ലാം കൂടെ കഷ്ണം ഇത് കഷായത്തിന് തറച്ച മതിലാക്കിയിട്ട് ഒന്നൊന്നിന്ന് വേറുപെടാത്ത രീതിയിൽ എന്താക്കുക, ഇപ്പോൾ സുറുഹുന്ന എല്ലാം കുഴച്ച് മിക്സാക്കിക്കളാം. എന്നിട്ടോ ഓരോരോ ഓഹരി, ഓരോ മലമലി, 4 മലമലി, എന്നിട്ട് അള്ളാഹിൻ്റെ പേരും കൂട്ടി തല കൈ പിടിച്ചിട്ട് വിളിച്ചാൽ ദീക്കാണെങ്കിൽ ആ പാർട്സെല്ലാം കൂടെ ഒരുമിച്ച് കൂടി ദീക്കായിട്ട് എന്താക്കും, ഇവിടെ വന്നിട്ട് ജോലിക്കും. ഉറാബാണെങ്കിൽ അങ്ങനെയാവും. അതൊക്കെ അൻമുൽഹാൻ അടുത്ത് വരും ഇൻഷാ അല്ലാഹ്. പിന്നെ പരുന്താണെങ്കിൽ അങ്ങനെ. ഇത് കണ്ടപ്പോൾ എന്തായി, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു ഗ്രേഡും കൂടെ കൂടി. ഇത് ഇന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന ചോദ്യം. വഖാലത്ത് ലഹ്മി ബാലിഹ ബി ബാലി വളി അജ്സാഇൽ ലഹ്മി അലൽ ജിബാൽ, പർവ്വതങ്ങളുടെ മേൽ എന്താക്കണം, മിക്സിംഗ് ആണ്. വൈഹിയാൽ ജമീ ബിദുആഹി, മൂപ്പർ വിളിക്കലോടുകൂടി എന്തായി, എല്ലാം ജോയിൻ്റായി പറന്നെങ്കിൽ വന്നു. ഇതാണ് അല്ലാഹു തആല ആക്കി കൊടുക്കുന്ന കോലം എന്ന് പറഞ്ഞു. ഇനി 4 വഖഖിസ്സത്തി അസ്ഹാബിൽ കഹ്ഫ്. അസ്ഹാബുൽ കഹ്ഫിൻ്റെ കിസ്സ നോക്കുമ്പോൾ അംഹിം ഫിൽ ഖാരി 390 309 കൊല്ലം. വസ്ദാദു 9 ഇല്ലേ, 3 സനീന വസ്ദാദു 9. ആടിഷ്കാലൊന്നുമില്ല. സൂര്യവർഷപ്രകാരം കൂട്ടിയാൽ എന്താകും 300, ചന്ദ്രവർഷപ്രകാരം കൂട്ടുമ്പോൾ +9, ഡേറ്റ് കൂടുമല്ലോ. അങ്ങനെയാണ് 300 എല്ലാം 309. വയക്കലത്തിഹിം ബാദദാലിക്, അതിനുശേഷം അവർ ഉണർന്ന്, സലാമത്തെ അജിസാദിഹിം വഴക്കോലിഹിം, അവർക്ക് ഓർമ്മക്കുറവോ ബുദ്ധിശക്തി കുറവോ മറ്റുള്ള അംഗങ്ങളൊക്കെ ഒരു കുഴപ്പമില്ലാതെ കണ്ട് രക്ഷപ്പെട്ടുണ്ട് 309 കൊല്ലത്തിന് ശേഷം. ഇത് ഇക്കാലം എന്ന് പറഞ്ഞു നോക്കിയിട്ടൊന്ന്. പക്ഷെ നമ്മളെ ശ്രദ്ധൊന്നും അടുത്തേക്ക് പോയില്ല. നമ്മളെ എളിയ ബുദ്ധി കൊണ്ട് എന്താക്കും, അള്ളാഹ് നടക്കും. അളക്കുന്നതിന് മുമ്പ് എന്താ ഉണ്ടെന്ന് അറിയാം, നമ്മളിതിനേക്കാൾ ശാസ്ത്രജ്ഞന്മാരായി പ്രവർത്തിക്കുന്ന ഇവരുടെ ബുദ്ധി നടക്കട്ടെ ആദ്യം. ഈ പുതിയ ടെക്നോളജി ഉണ്ടാക്കിയവരോട് സംബന്ധിച്ച്. വക്ക കിസ്സത്തിൽ ഖളിർ അലൈഹിസ്സലാം മൂസ അലൈഹിസ്സലാമിനോടൊപ്പം യാത്ര പോയില്ലേ, ആ കിസ്സ. വക്ക കിസ്സത്തിൽ നുസൂലിൽ മന്നി വസ്സൽവ മിനസ്സമാഇ അലാ ഉമ്മത്തി മൂസ വ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം. വാനലോകത്തിൽ നിന്ന് മന്നും സെൽവ ഇറക്കിയായിരിക്കും മൂസ നബിയുടെ ഉമ്മത്തിമാർക്ക്. ഒരു സൂപ്പറിലുള്ള ഭക്ഷണ തളിക കംപ്ലീറ്റ് സെറ്റ് ഇറക്കി കൊടുത്തായിരിക്കും ഈസ അലൈഹിസ്സലാമിന്. ഖുർആനിലുണ്ടല്ലോ, വക കിസ്സത്തി ഹലാക്ക് ഫിർഔന വഖൗമിഹി ഫിൽ ബഹർ. ബഹറിൽ ഫിർഔൻ ഹലാക്കായി. അതേ അവസരത്തിൽ മുറൂറി മൂസ മഅ ഖൗമിഹി മിൻ ദാലിക്കൽ ബഹരി ബിസ്സലാമ, അവർക്ക് നടന്നു പോകാനുള്ള പാത അല്ലാഹു തആല ഒരുക്കിയിട്ട് അക്കരെ കയറിപ്പോയി. വക കിസ്സത്തി ഹലാക്കി ഖൗമി ലൂത്തിൻ അലൈഹിസ്സലാം മിൻ ഖിലാബിൽ അർളി അലൈഹിം, ഭൂമി എന്താക്കി ഫജഅൽനാ ആലിഹ സാഫിലഹ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ അടിയിലെ ഭാഗം മേലെയും മേൽഭാഗം അടിയുമായിട്ട് മറിച്ചിട്ടിട്ട് സകലതും ഭൂമിനുള്ളിലേക്ക് പോയി. ഇങ്ങനെ സംഭവം കഴിഞ്ഞു. വക കിസ്സത്തി ഹലാക്കി ഖൗമി ഹൂദിൻ ബിർരീഹിൽ ആസിഫ്, ഹൂദൻ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ നാട്ടുകാരെന്താക്കി ശക്തമായ കൊടുങ്കാറ്റ്, ഒരാഴ്ച കാലം 7 ലയാലിൻ 8 അയ്യാമിൻ ഹുസൂമാന. ഹുസൂമ എന്ന് പറഞ്ഞാൽ ഹസമ എന്ന് പറഞ്ഞാൽ അരിഞ്ഞ് വീഴ്ത്തിയും, മൂർച്ചയുള്ള വാളുകൊണ്ട് അരിയലില്ലേ, അതാ ഹുസൂമൻ എന്ന് പറഞ്ഞത്. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞെന്താ, മാ തദറു മിൻ ഷൈഇൻ അതത് അലൈഹി ഇല്ലാ ജഅലതുഹു കർറമീം. ഈ കാറ്റ് ഏത് വഴിക്ക് പോയോ അത് എവിടെ ടച്ച് ചെയ്തോ അതിനെന്താക്കും, ധൂളിയാക്കി പാറ്റിക്കളയും. വലിയ കെട്ടിടമാണെങ്കിൽ ഒരു അടി, പിന്നെ ബിൽഡിങ്ങില്ല, ധൂളി പാർന്ന പൊടി. മാ തദറു മിൻ ഷൈഇൻ അതത് അലൈഹി ഇല്ലാ ജഅലതുഹു കർറമീം. ഈ കാറ്റ് കഴിഞ്ഞു പോയി. ഇങ്ങനത്തെ അള്ളാഹുവിനൊക്കെ സ്റ്റോക്കുണ്ട്. വഹലാക ഖൗമി സാലിഹിൻ ബിസ്സൈഹ, ഒരട്ടഹാസം, ഭയങ്കരമായ ഘോര ശബ്ദം കൊണ്ട് ആര് പോയി, സാലിഹിൻ അലൈഹിസ്സലാമിനൊക്കെ നശിച്ചു പോയി. വക കിസ്സത്തി
തലക്കുമിൽ ഹോത്തിൽ യൂനുസ് അലൈഹിസ്സലാം. യൂനുസ് അലൈഹിസ്സലാമിന് എന്താക്കി? മത്സ്യം പിടിച്ച് വിഴുങ്ങി. എന്നിട്ടോ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് ആണ്ടുപോയി. എത്ര ദിവസം? 3 ദിവസമാണെന്നൊരു കൗല്, 7 ദിവസമാണെന്നൊരു കൗല്, 40 കൗല്. മിനിമം നമുക്ക് ഇവിടേക്ക് വാര സലാസത്ത് ചെയ്യാം 3 ദിവസം. യൂനുസ് അലൈഹിസ്സലാമിന് ആരോഗ്യ പ്രശ്നം ഉണ്ടായിട്ടില്ല, ശ്വാസം മുട്ടുണ്ടായിട്ടില്ല, മരിച്ചിട്ടില്ല, വെള്ളത്തിൻ്റെ അടിയിലാണ് അല്ലേ? അത് അയ്യാമിൻ അവ അക്സറ അല്ല, പല കൗലും അക്സറും ഉണ്ടല്ലോ. എന്നിട്ടോ നല്ല ഉഷാറോടുകൂടി പുറത്തേക്ക് വന്ന് തസ്ബീഹ് ചൊല്ലിയുന്നുണ്ട്. വക കിസ്സത്തി അമലിൽ ജിന്നിൽ സുലൈമാൻ അലൈഹിസ്സലാം. സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജിന്ന് വഴിപ്പെട്ടുകൊണ്ട് പല പണിയെടുത്തിട്ടുണ്ട്. മിൻ മഹാരീബ വ തമാസീല വ ജിഫാനി കൽ ജവാബി വ ഖുദൂരി റാസിയാത്തിൻ യമലു ആല ദാവൂദ ശുക്രാ. ജിന്നുകളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് ഒരു കൂട്ടർ പണിയെടുക്കാറ്റ് മടിയന്മാരായിട്ട് ചങ്ങലൊക്കെ ഇട്ടിട്ടുണ്ടാവും. ജിന്നുകൾ ഒരാൾ മറ്റൊന്നിനെ കൊന്നിട്ടും അക്രമം ചെയ്തിട്ടും ജയിലിലടക്കപ്പെട്ടുണ്ട്. മുഖർറീന ഫിൽ അസ്ഫാദ്. മറ്റൊരു ഭാഗത്ത് വലിയ വലിയ ബിൽഡിങ്, നാളെ നേരം വിളക്കുമ്പോഴേക്ക് ഈ കെട്ടിടം ഇത്ര തട്ട് പൊന്തിക്കണമെന്ന് ഒറ്റ ഓർഡർ പണിയെടുക്കാണ്ട് പറ്റൂല. ഇന്നലെ കാണാത്ത കെട്ടിടമുണ്ടാവും, അമ്പരച്ചുംബിയായ കെട്ടിടം. അന്ന് ലിഫ്റ്റൊന്നും ഇല്ലെങ്കിലും മോള് പൊന്തിയിട്ടുണ്ട് സാധനം. ഖുർആൻ കഴിഞ്ഞു ഇല്ലേ? ആർക്കാ പറഞ്ഞാൽ വിശ്വസിക്കുന്നിന്ന്? അതെ. മഅന്നഹും അജ്സാമുൽ ലത്തീഫ. ഈ ജിന്നുകളാണെങ്കിലോ ലത്തീഫ ജിസ്മാണ് താനും. സമുദ്രത്തിൽ അടിയിൽ പോയിട്ട് ബിൽഡിങ് എടുക്കുന്ന ഒരു കൂട്ടറുണ്ട്, ആഴത്തിൽ മുങ്ങുന്ന കൂട്ടറുണ്ട്. സമുദ്രത്തെ അടിത്തട്ടിൽ നിന്ന് പലതും കൊണ്ടുവരുന്നത്. വക ഇത്തിജാനി അർശി ബിൽഖിസ് ബിദഅവതി മൻ ഇൻദഹു ഇൽമു മിനൽ കിതാബ്. അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് പ്രത്യേകമായ ഇൽമു നൽകപ്പെട്ട ഒരാളുണ്ടല്ലോ, ആസിഫ് ഇബ്നു ബർഖയ റളിയല്ലാഹു അൻഹു. ആദ്യം ജിന്നുകളോട് പറഞ്ഞു, ആരാണ് ഈ കൊട്ടാരം കൊണ്ടുവരിക എന്ന്? ബിൽക്കീസിൻ്റെ. എത്ര വലിയ കെട്ടിടാന്നത്! അതിൻ്റെ നീളം വീതിയെല്ലാം പറഞ്ഞാൽ ചെറിയ വലിപ്പമൊന്നുമല്ല. അതാണെങ്കിലോ 7 അറക്കുള്ളിൽ പൂട്ടിയിട്ടാണ് ഉള്ളത്. ഉള്ളിൽ നിന്ന് അത് പൂട്ടി, അത് വെച്ചിട്ട് മറ്റൊന്ന് പൂട്ടി, ഇത് വെച്ച് പൂട്ടി. അതുകൊണ്ട് ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള സ്വർണ്ണങ്ങളും രത്നക്കല്ലുകളൊക്കെ ഉള്ളിലുണ്ട്. ഇതാരെങ്കിലും പോക്കറ്റ് അടിക്കൂലേ? അതിനുള്ളിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നത് മുമ്പിലേക്ക്. അതാ ബിൽക്കീസിൻ്റെ കൊട്ടാരം ആര് കൊണ്ടാന്ന്? ബിദഅവതി മൻ ഇൻദഹു ഇൽമു മിനൽ കിതാബ്. ആസിഫ് ബിൻ ബർഖിയ ഓര് കൊണ്ടു തന്നു. മീൻ കബല ഞർത്തദ്ദ ഇലൈഹി തറഫ്. കണ്ണ് ചിമ്മി തുറക്കുന്ന സമയം കൊണ്ടെന്നാണ് പറഞ്ഞത്. 6 മണിക്കൂർ അട ചോദിച്ചിരുന്നു. ആര്? ജിന്ന്. അപ്പോൾ അതിന് കഴിയാത്തത് ഞാൻ കൊണ്ടുതരാമെന്ന് പറഞ്ഞു ആസിഫ് റളിയല്ലാഹു അൻഹു. വക ഖിസ്സത്തി ഖുറൂജി നാഖത്തി സാലിഹ് അലൈഹിസ്സലാം മിനൽ ഹിജ്ർ. സാലിഹ് അലൈഹിസ്സലാമിൻ്റെ ഒട്ടകം എന്താക്കി? ഒരു മാളത്തിൻ്റെ ഉള്ളിൽ കൂടി വരിക, ഒട്ടകം കുട്ടിയും കൂടിയിട്ട്. വദുഖൂലി ഫസലിഹ ബഅദ അക്രിഹ ഫിൽ ഹിജ്ർ. കുത്ത് കെട്ടിയപ്പോൾ എന്തായി? കുട്ടി ഓടി മാളത്തിലേക്ക്. വക ഖിസ്സത്തി ഹലാക്കി അസ്കരൽ അബ്രഹത്ത് ബി തുയൂരിൽ അബാബീൽ. കഅബം പൊളിക്കാൻ വേണ്ടി അബ്രഹത്ത് എന്താക്കി? ആനയും കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വളരെ മഷൂറല്ലേ? അബാബീൽ എന്ന ഇത്രയാന്ന് പക്ഷീൻ്റെ വലിപ്പം. ഇത്ര നമ്മൾ പഴയ കാലത്ത് പറഞ്ഞാൽ പൂടിയ പക്ഷി, കുരുവി. അതിലാണ് ചുട്ടുപഴുത്ത കല്ലുള്ളത്, പയറ് വലിപ്പത്തിൽ. ലക്ഷ്യം നോക്കിയിട്ട് മൂർധാവലം കിട്ടി കഴിഞ്ഞാൽ തെറിച്ച് പിന്തുമ്പറിൽ കൂടി അങ്ങോട്ട് പുറത്തു പോകും. അതോടുകൂടി അവൻ്റെ കഥ കഴിഞ്ഞ്. ഇത് കഅബത്തിനാണ് നടന്നില്ലേ? ഇതെന്താ നമ്മളെ ചിന്തിപ്പിക്കാത്തത്? അത് ഹൈസു തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅ്കൂൽ. വക ഖിസ്സത്തി റഫ്ഇ ഈസാ അലൈഹിസ്സലാം ഇലസ്സമാ. ഈസാ അലൈഹിസ്സലാമിനെ വാനലോകത്തിലേക്ക് ഉയർത്തി. ബി ജസദിഹിൽ ഉൻസുരി. ഓരോ തടി അങ്ങനെ തന്നെ ഉണ്ട്. റൂഹാനിയ രൂപത്തിലല്ല മടക്കിയത്. മനുഷ്യരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൗതിക തടിയോടുകൂടി. അതോടൊപ്പം ഹയാത്തി ഫിസ്സമായി ഉലൂഫം മിനസ്സിനീൻ. ആയിരക്കണക്കിന് കൊല്ലമായി വാനലോകത്ത് മലായിക്കത്തിനോടൊപ്പം അവർ കഴിഞ്ഞുകൂടുന്നുണ്ട് റുഹാനിയാവസ്ഥയിൽ. വക ഖിസ്സത്തിൽ മിഅ്റാജിൽ സയ്യിദിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബിജസദിഹിൽ ഉൻസുരി ഇല സമാവാത്തിൽ ഉലാ സുമ്മ ഇലാ സിദ്റത്തിൽ മുൻതഹ സുമ്മ ഇലാ ഖാബ ഖൗസൈനി ഔദിന. മിറാജിൻ്റെ കിസ്സ മുഴുവനും മുലാഖാത്തി മഅൽ അംബിയായി അലൈഹിമുസ്സലാത്തു വസ്സലാം. വറുജൂഇല മൽജഇഹി ഫി ബഅദിൽ ലൈൽ. രാത്രി നേരം വെളുക്കുന്നതിന് മുമ്പായിട്ട് എന്തായി? കടന്ന് കിടപ്പിലേക്ക് തന്നെ തിരിച്ചെത്തുകയും ചെയ്തു. കണ്ടാ? അങ്ങനെ വാംസാലി ദാലിക മിനൽ ഖസസിൽ അജീബത്തിൽ ഗരീബത്തി
അത്ഭുതകരമായ സംഭവങ്ങൾ നടന്നു. അഖബർ അല്ലാഹു ബിഹി സുബ്ഹാനഹു വ നബിയഹുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖുർആനിൽ അലീം വലാ സബീല ഇലാ സിഹ്ഹത്തി തിൽകൽ ഖിസസി ലിൽ അഖലിൻ നാഖിഷിൽ മആശി. മആശി എന്ന് പറഞ്ഞിട്ട് ബുദ്ധിയും പറയുന്നത് അടുത്ത പേജിൽ ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യും. മആശി എന്ന് പറഞ്ഞിട്ട് അതായത് ഭൗതികമായ കാര്യത്തിൽ ഓർക്കുന്നുണ്ട്, എല്ലാം വളരെ വലിയ മൂല്യമാണ്. ആഖിറത്തിന് ഇങ്ങനത്തെ കാര്യം പറഞ്ഞാൽ അല്ല അന്ധവിശ്വാസം, എല്ലാം അന്ധവിശ്വാസം എവിടെ. അപ്പം അങ്ങനെയുള്ള കൂട്ടർക്ക് ഇത് തെളിയിച്ചു കൊടുക്കാൻ എന്താവില്ല, ഓരോ മനസ്സ് തുറക്കൂല. ഇതാ ഞാൻ എഴുതി വസയ്യത്യാൻ കരീബിൻ ഫിസഫത്തി സാബിയ താരീഫുൽ അഖിലൈൻ. മആശി എന്നിട്ട് ബുദ്ധിനെ 2 തരാക്കി തിരിക്കുന്നുണ്ടല്ലോ, അത് ഇൻഷാ അല്ലാഹ് അടുത്ത് പറയും. ആ മആശിൻ്റെ ഓപ്പോസിറ്റ് അമ്മൽ അഖലുൽ കാമിലുൽ മആദി. മറ്റൊന്ന് മആദി എന്ന് പറയപ്പെടുന്ന അഖലാണ്, നമ്മൾ എ ബി ആക്കിയല്ലോ. ഫഇന്നഹു യഹ്തദി ഇലൈഹി ബിൽ ഖബൂൽ വൽ യഖീൻ അൽ ജാസിം അൽ മുത്തഫാദ്. അതെന്താക്കുന്നത്, ഇത് കേൾക്കുമ്പോഴേക്കത്തിന് അങ്ങനെ തന്നെ അംഗീകരിക്കും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ബുദ്ധിയാണത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ബുദ്ധി കണ്ടില്ലേ, അതാണ്. അതെവിടുന്ന് കിട്ടുന്നത്, അൽ മുസ്തഫാദി മിൻ അൻവാരിൻ നബുവ്വ, നബുവ്വത്തിൻ്റെ പ്രകാശത്തിൽ നിന്ന് കിട്ടേണ്ട ബുദ്ധിയാണത്. വമുനാദിൽ ഹക്ക് യുനാദി ബിലിസാനിൽ ഹാൽ, ഹക്കിന് വേണ്ടി വിളിച്ചു പറയുന്ന ഒരു ബാങ്ക് വിളിക്കാരനുണ്ട്. അവർ പറയുന്നത് അയ്യുഹൽ മഗ്റൂർ ദഅകലക വതആൽ, നിൻ്റെ ആ പ്രത്യക്ഷമായ ബുദ്ധി ഉണ്ടല്ല, അതിനെ കൊണ്ട് അളക്കലല്ല അടവക്ക്, അത് വിളിച്ചു തന്നിട്ട് കിട്ടുക, ബാക്കി അംഗീകരിപ്പിക്കാറ്. അതൊരു തക്തീദിയായ വിളി. ഖാലൽ ഖലീലു അലൈഹിസ്സലാം റബ്ബി അരിനീ കൈഫ തുഹ്യിൽ മൗത, മരിച്ചാളെ എങ്ങനെയാണ് ഹയാത്താക്കുന്ന കൈഫിയത്തൊന്ന് കാണിച്ചു തരണം. ഖാല അബലം തുമിൻ, എൻ്റെ വിശ്വസിച്ചിട്ടില്ലേ? വിശ്വാസമുണ്ട്, ഗൈബ് കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട്, അല്ലാഹു തആലാൻ്റെ ഖുദ്റത്തിനെ പറ്റി എല്ലാം അറിയാം. എന്നാലും ഖാല ബലാ വലാകിൻ ലിയത്മഇന്ന ഖൽബി, കൽബിനെന്താ കണ്ടുകൊണ്ടിട്ട് തുമനിത്തുണ്ടാകണം. അപ്പോൾ ഈമാനിൻ്റെ ഗ്രേഡ് വർദ്ധിക്കാനാണ് പറഞ്ഞത്. ലമ്മാ കാന ഹയ്യാൽ മൗത ബഅദൽ ബിലാ ഖിലാഫൽ അഖൽ, എല്ലാം നശിച്ച് മണ്ണിനോട് മണ്ണ് ചേർന്ന് ഐദാമിത്തിന വക്കുന്ന തുറാബം ഐദാമൻ എന്ന് മണ്ണിനോട് മണ്ണ് ചേർന്നിട്ട് അങ്ങനെ തന്നെ പൂർണ്ണ രൂപം വരിക എന്നുള്ളത് ഏത് മാഷിയായ അക്കൽ ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷെ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ സംബന്ധിച്ചിടത്തോളം യക്കീനുള്ള ആളുകൾക്ക് എന്താക്കും, ഇതിലപ്പുറം കഴിയും. അന്നൽ ഖലീല കാന മുഅ്മിനൻ ബിഹി, ഖലീൽ അലൈഹി സ്വലാത്തു വസ്സലാം അതുകൊണ്ട് വിശ്വസിക്കുന്നവരായിരുന്നു. ലാകിന്നഹു അറാദ റുഅ്യത ഖുദ്റത്തില്ലാഹി തആല ഫീ കൈഫിയത്തി ഹയ്യാഇൽ മൗത, മരിച്ചതിനെ ഹയാത്താക്കുന്ന കൈഫിയത്ത് അള്ളാഹിൻ്റെ ഖുദ്റത്ത് എങ്ങനെയാണ് നടപ്പിലാകുന്ന കാഴ്ച ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. വാറാദ അൻ യൻദുറ അജായിബ ഖുദ്റത്തിഹി റഅ്യ ഐൻ, കണ്ണുകൊണ്ട് തന്നെ ആ മരിച്ചത് ഹയാത്താകുന്നതും പക്ഷി കൂടിച്ചേരുന്നതും പറക്കുന്നതെല്ലാം കാണാൻ. കമാക്കാന യുഅ്മിനു ബിഹി റഅ്യൽ കൽബി, ആദം കൽബിൻ്റെ കാഴ്ചയിൽ മുപ്പറത് കണ്ടുവച്ചിട്ടുണ്ട്, ഇഷ്കാലുണ്ടായിട്ടല്ല. വഹാദ സുആലു മിൻ ജുംലത്തിഹി റുമൂസുൽ ഖുല്ലത്തി വൽ മഹബ്ബ. അപ്പോൾ അല്ലാഹു തആല ഖലീലാക്കി വെച്ച സ്ഥാനമല്ലേ, ആ ഖലീലാക്കിയതിൻ്റെ ഉള്ളിലുള്ള ഒരു എന്താന്ന് പറയും, ഒരു ഈനാസാണ്. അതൊന്ന് കാണിച്ചു തന്നെ, നീ മരിച്ചാൾ ഹയാത്താക്കുമെന്ന് എനിക്ക് നിന്നെപ്പറ്റി അറിയാം, പക്ഷെ ഒന്ന് കാണിച്ചു തരണേ. അപ്പോൾ ഈ കാണുന്നതിന് മുമ്പ് ശരി എപ്പോഴെങ്കിലും വ്യത്യാസം ഇല്ല ഇല്ല. പക്ഷെ അത്രയും യക്കീനുള്ള ഇബ്രാഹിം അലൈഹിസ്സലാം അങ്ങനെ ചോദിച്ചാൽ ജാഹിലീങ്ങളായ സാധാരണക്കാർക്ക് ചോദിക്കാനുള്ള ഉണ്ട്, ചോദിച്ചോളി. പക്ഷെ നിങ്ങൾക്ക് കാണാനുള്ള കൊല്ലത്തിൻ്റെ റുമൂസാന്ന് പറയുമ്പോൾ അത് ഈനാസിങ് വരണം, കാണും. ഫഖാല തആല തബാറക വതആല ലിഖലീൽ അലാ ദാലിക റംസി അവലം തുമിൻ, അത് നീ നേരത്തെ വിശ്വസിച്ചതാണല്ലോ. വിശ്വസിച്ചിട്ടില്ലേ എന്ന് വെച്ചാൽ ഇല്ല എന്നുള്ള ഉത്തരത്തിനല്ല, നീ അത് വിശ്വസിച്ചതാണല്ലോ. പിന്നെ എന്തിനാ ചോദിക്കുന്നത്? ബിഹയാൽ മൗത അയ്യുഹൽ ഖലീൽ അലാ സബീൽ ഇസ്തിഖ്ബാർ വഇൻ കാന അല്ലാഹു യഅലമു അന്നഹു മുഅ്മിനുൻ ബിഹി, അതുകൊണ്ട് വിശ്വസിക്കുന്നവരാണെന്ന് അല്ലാഹു തആലാക്ക് അറിയാം. എന്നാൽ ഫഖാലൽ ഖലീൽ ബലാ, അംഗീകരിച്ചിട്ടുണ്ട്. വലാകിൻ യത്മഇന്ന ഖൽബി അയ്യുമിനു ബിഹി ഖൽബൻ ഈമാനൻ ജാസിമൻ യഖീനിയൻ, ഖൽബിനാൽ ഈമാനുണ്ട്, ജാസിമുണ്ട്, യഖീനുണ്ട്. ലാകിൻ ലമ്മാ കാനത്തിൽ ഖളിയത്തു മുഖാലിഫത്തൻ ലിൽ അഖൽ, അത് പ്രത്യക്ഷമായ അക്കലിന് മുഖാലിഫാണ്. അതോടൊപ്പം വൽ അക്കൽ മുതഹയ്യിറുൻ ബിഹ, അക്കല് അതിൻ്റെ കോല എങ്ങനെയാണെന്ന് തിരിയാണ്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അതിനകത്ത് 4 പക്ഷിനെ പിടിച്ചോ, അറുത്തൊരു തല വേറെ വെച്ച്
എല്ലാം കൂടെ അരച്ച് കൂട്ടിയിട്ടെല്ലാം കൂടെ കൂമ്പാരാക്കിയിട്ട് ഓരോ നുള്ളി ഇങ്ങനെ വെക്കുക. എന്നിട്ട് അള്ളാൻ്റെ പേര് പറഞ്ഞിട്ട് വിളിക്കുക. ഓരോ ജീവികൾ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ട് പറക്കുന്നത് കാണാമെന്ന് പറഞ്ഞു. വതഹയ്യിറുല്ലക്കലി തുആരിദു ഈമാനൽ ഖൽബി. എന്താക്കും ഈ അഖിലിൻ്റെ മറുചോദ്യങ്ങളുണ്ടല്ലോ, എങ്ങനെയാണ് ഏതാണ് എന്നുള്ളത് എന്താക്കും ഇതിനോട് മാന്തി കൊടുക്കും. അത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ മാന്തും എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അത് പൊതുവെ ഇതിനൊരു മാന്തലുണ്ടാവും. ഫത്തറബൽ കൽബു, അപ്പോൾ കൽബിന് ഇളക്കം വന്നു. വതലബ ആവനൻ, അപ്പോൾ അതിനുണ്ടാക്കാൻ ഇളക്കം തീർക്കാൻ വേണ്ടി അവൻ്റെ ബഹു റുയത്തുല്ലാഹി, കണ്ണുകൊണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഹത്താ യസീറ ദാലിക്കൽ ഈമാനു ബദീഹിയൻ, അപ്പോൾ ആ ഈമാൻ എന്തായി ബദീഹി എന്ന് വളരെ പ്രത്യക്ഷമായി ബോധ്യപ്പെടുന്നത്. ഖാല അല്ലാഹു തആല ഫഖുദ് അർബഅതൻ മിനത് തയ്ർ, 4 പക്ഷിനെ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇലാഖിൽ കിസ്സ പറഞ്ഞല്ലോ. വഖാലൽ ഉസൈർ പറഞ്ഞ എന്താണ്, അതുപോലെ കിസ്സനെ തുടങ്ങിയെന്ന് പറയും. വഖാലൽ ഉസൈറു അന്നാ യുഹ്യി ഹാദിഹില്ലാഹു ബഅദ മൗതിഹ, ഈ ബൈത്തുൽ മുഖദ്ദസിനെ ബുഖ്തൻ നസർ തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഇനി പുനരുദ്ധരിക്കാൻ കഴിയാത്ത സാഹചര്യമാക്കിയപ്പോൾ ഇതിനെ ഹയാത്താക്കാൻ കഴിയുമോ? അപ്പം ഫലഫുലത്തു അന്ന എന്ന് പറഞ്ഞില്ല, അന്ന യുഹ്യാദില്ല, അത് ബഅദ ഈമാനിഹി ബിഹിയാഇൽ മൗത്തി, മൗത്തിനെ മരിച്ച വരെ ഹയാത്താക്കാൻ കഴിയും. അതേ നാട് മരിച്ചാലും അങ്ങനെ തന്നെ, നാട് മരിച്ചാലും ഹയാത്താക്കാൻ കഴിയുന്നല്ലേ. ചെടികൾ ഉണങ്ങി ബറകിൻ്റെ രൂപത്തിലായി, എന്നാലും ഹയാത്താക്കാൻ കഴിയും. അതുകൊണ്ട് വിശ്വസിച്ചതിന് ശേഷം അന്ന എന്നുള്ളത് ശരീഅത്തും ഫി കൈഫിയത്തിൽ ഹയ്യാകും. ഹയാത്താക്കുമോ എന്നല്ല, ഹയാത്താക്കുന്ന കൈഫിയത്തിനെ കുറിച്ചാണ് ചോദ്യം. ലാഫി നഫ്സിൽ ഹയ്യ, ഹയാത്താക്കാൻ കഴിയുമോ എന്നല്ല ചോദ്യം. ഫഅറാഹുല്ലാഹു തആല കൈഫിയത്ത് ദാലിക, അതിൻ്റെ കൈഫിയത്ത് എന്താക്കി സ്വന്തം തടിയിൽ നിന്ന് കാണിച്ചു കൊടുത്തു. എങ്ങനെ? ഫഅമാതഹുല്ലാഹു മിയത ആമിൻ സുമ്മ ബഅസ, 100 കൊല്ലം കഴിഞ്ഞെന്താക്കി അവരെ ഹയാത്താക്കി കൊണ്ടുവന്നു. സുമ്മ സഅലഹു അലാ സബീൽ ഇസ്തിഖ്ബാർ കം ലബിസ്ത, എത്ര കൊല്ലം ഇങ്ങനെ കടന്നു? യാ ഉസൈർ ഖാൽ ലബിസ്തു യൗമൻ ഔ ബഅദ യൗം, ഒന്നുകിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ അല്പഭാഗം. ലമ്മാ കാനത്ത് ഇമാതത്തുഹു വഖ്ത സുബ്ഹി, സുബ്ഹിൻ്റെ നേരത്താണ് മരിച്ചത് എന്ന് വെക്കാം. വയ്യാഹു ബഅദൽ വഖ്തൽ അസ്റിൻ്റെ നേരത്താണ് ഹയാത്താക്കിയെന്നും വെക്കാം. ലന്ന നഹിയാഹു ബഅദ മമാതിഹി വഖ ഫീ ദാലിക്കൽ യൗം, അപ്പോൾ ഒരു ദിവസത്തിൻ്റെ 12 മണിക്കൂറിനുള്ളിലാണല്ലോ 2 സംഭവങ്ങളും നടന്നത്. ഖാല അല്ലാഹു തആല ബൽ ലബിസ്ത മിഅത ആം, എല്ലാ 100 കൊല്ലം കഴിഞ്ഞു. ഫൻദുർ ഇലാ തആമിക വശറാബിക ലം യതസന്ന, നിങ്ങളെ ഭക്ഷണം നോക്കട്ടെ, അത് പുളിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. നമുക്കിപ്പോൾ ഒരു ദിവസം പിടിച്ചില്ല വെച്ചിട്ടില്ലെങ്കിൽ എന്താവും? എടുത്ത് ചാടും. 100 കൊല്ലം കഴിഞ്ഞിട്ട് താമു ഷറാബ് പൊളിച്ചിട്ടേ ഇല്ല. അതാ പറയുന്ന വന്നുർ ഇലാ ഹിമാരിക്, നിന്റെ കഴുതനെ നോക്കിയാട്ടെ, കഴുത മരണപ്പെട്ടിട്ടുണ്ട്. അവിടെ ചത്തു എന്ന് പറയാൻ പറ്റില്ല, കാരണം ഓറ കഴുതിയായത് കൊണ്ട് നമ്മളങ്ങനെ പ്രയോഗിക്കൂല. എനിക്കങ്ങനെ ചില പ്രയോഗമുണ്ട്. കാരണം ചാവലെന്ന് പറഞ്ഞാലും മരിച്ചെന്ന് പറഞ്ഞാൽ റൂഹ് പോയെന്ന് പറഞ്ഞാൽ എല്ലാം അർത്ഥം ഒന്നാണെങ്കിലും ആ ലഫ്ലിനൊരു ചെറിയ വ്യത്യാസങ്ങളുണ്ടല്ലോ. നിന്റെ ഇപ്പോൾ ചത്തോന്നാണെന്ന് ചോദിച്ചാൽ അടി കിട്ടൂലേ ഇല്ലേ? ആയി. എന്നിട്ട് ഇവർ ആദ്യം ഹയത്താക്കിയിട്ട് കൈത ഹയത്താന്ന് നോക്കിക്കൊന്നാണ് മുമ്പ് അജായ്ബ് ഇങ്ങനെ കാണുന്നത്, അതിങ്ങനെ എണിച്ച് പോകുന്നത്. അത് നമ്മൾ തൻവീലുള്ള എന്നാലും വിശാലമായിട്ട് വരും. ഇല്ല അതാ പോലെ നജഅലകായത്തല്ലിന്നാസ്, ജനങ്ങൾക്ക് എന്താണ് നിങ്ങൾ ദൃഷ്ടാന്താകണം. 100 കൊല്ലം മുമ്പ് മരിച്ചാൽ ഇതാ മടങ്ങി വന്നിരിക്കുന്നു. എന്നിട്ടാണ് അത് മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തുള്ള ഉസൈറല്ല, അത് വേറെ ഉസൈർ നിങ്ങൾ പേര് പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ അവർ എന്താ പറഞ്ഞത്? തൗറാത്ത് കാണാപ്പാടാക്കാൻ പൊതുവേ കഴിയൂല. ഉസൈർ കാണാപ്പാടാക്കിയിരുന്നു. അപ്പം എന്താ പറഞ്ഞത്? തൗറാത്ത് കാണാപ്പാട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. തൗറാത്ത് അങ്ങനെ തന്നെ ഓതിക്കൊടുത്ത് അതല്ലേ ബൈത്തിലില്ലേ, അക്സാം ബൈത്തിലി ബിമൻ ഖറഅ അത്തൗറാത അൻ ലഹരി ഖൽബിഹി വമാ കാനത്തി തൗറാത്തു തുഖറഉ അൻ ലഹരി. തൗറാത്ത് മനഃപ്പാടമാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഖുർആൻ അല്ല തൗറാത്ത് മനഃപ്പാടമാക്കിയ ഉസൈർ എന്ന് പറഞ്ഞത്. അതാ വന്നുർ ഇലലിനാമി കൈഫനുൻസീസ, ആ ഒരുമി കിടക്കുന്ന എല്ലാം നോക്കിയിട്ടൊന്ന് അതെന്താ പുനരുദ്ധരിക്കുന്നതാണ്. ക്രമേണ അങ്ങനെ ആയി ഇങ്ങനെ വരുന്നത്. സുമ്മനക്സുഹ ലഹമ, അതിൻ്റെ മേലെന്താക്കുന്നു? മാംസം അതിനെ പൊതിയുന്നു, അതിന് ഹയാത്തുണ്ടാക്കി കൊടുക്കുന്നു, എണീക്കുന്നു, കുതിര കഴുത ശബ്ദിക്കുന്നു. ഫലമ്മ റഅഅത്തിൽ കിസ്സത റഅയൽ ഐൻ
കണ്ണുകൊണ്ട് തന്നെ കണ്ടപ്പോൾ ഖാല അഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒന്നും കൂടി ആവർത്തിച്ചു, അഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതുപോലെ ഒരു യോദ്ധാവിൻ്റെ യുദ്ധം കണ്ടിട്ട് തങ്ങൾ പറഞ്ഞല്ലോ ഈ കാര്യം പോക്കാം, എന്താണ് നീയത്ത് മോശമായി. നബി തങ്ങളെല്ലാം മറ്റൊരാളോട് പറഞ്ഞതെങ്കിൽ അന്ന് അടിനെ പടചരിക്കൂ. ഇത്രമാത്രം യുദ്ധം ചെയ്ത ഒരാൾ കാര്യം പോക്കാണ്, നരകത്തിലാണെന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ അയാൾ പിന്നീട് ആത്മഹത്യ ചെയ്യില്ല ചെയ്തത്. അപ്പോൾ ധീരത വെളിപ്പെടുത്താൻ വേണ്ടി ശത്രുവിന് കീഴൊതുങ്ങൂല എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള യുദ്ധമായിപ്പോയി. അപ്പോഴാണ് തങ്ങളുടെ ഷാത്തിൽ മേലെ അയലമ്മ അന്നി റസൂലുള്ള അഷ്ഹദു അന്നി റസൂലുള്ള, ഞാൻ അല്ലാഹു റസൂൽ, ഒന്നും കൂടി ഞാൻ ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കഴുതൻ്റെ മാംസങ്ങളെല്ലാം എല്ലാം പോയിട്ട് രണ്ടാമത് ആയത്താക്കിയല്ലേ. അപ്പോൾ ഇതേ മയത്തിൻ്റെയാണ് കുറച്ചു കാലം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കവറ്റം പുറത്തുനിന്നെല്ലാം എണീക്കുന്നതാണ്. ഇനി വക്കാലൽ കലീമോ റബ്ബി അരിനെ അന്നുറു ഇലയിക്ക, അത് നേരത്തെ സൂചിപ്പിച്ചിട്ടില്ല. അത് കലീമാരാണ് മൂസാ അലൈഹിസ്സലാം. ഒന്ന് നിന്നെ കാണിച്ചു തരണമെന്ന് കണ്ട. അപ്പോൾ സുആലുൻ നദരി ഇലൈഹി ബഅദ ഈമാനിഹി ബിറുയത്തില്ലാഹി തആല ഫിൽ ആഖിറ, ആഖിറത്തിൽ വെച്ച് കാണുമെന്നുള്ള ഈമാൻ നേരത്തെ ഓർക്കുന്നുണ്ടല്ലോ. പക്ഷെ അതങ്ങനെ ബിലാ കൈഫിൻ, എങ്ങനെയാണെന്ന് പറയാൻ കഴിയൂല. അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കാൻ കഴിയൂല. അത് നമ്മുടെ നാട്ടിലുണ്ടല്ലോ, ഞാനിന്നൊരു അച്ചാറ് കൂട്ടീനെ ഒന്ന് പറഞ്ഞു തന്നിട്ട് എന്താ അതിൻ്റെ സുബാദ് എന്ന് പറഞ്ഞാൽ അതൊന്ന് പറഞ്ഞു തന്നിട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൈഫ് പറയാൻ കഴിയില്ല. പറയാൻ കഴിയോ? നമ്മൾ നിത്യം നടക്കുന്ന കാര്യം തന്നെ കൈഫ് പറയാൻ കഴിയൂല. ഇതുപോലെ കൈഫില്ലാത്ത രീതിയിൽ, കൈഫ് എന്ന് പറഞ്ഞാൽ കൈഫ എന്ന ചോദ്യത്തിന് ഉത്തരം, അഹാവ് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ, അതിനാണ് കൈഫ് എന്ന് പറയുന്നത്. കാന ലിത്മീനാന ഖൽബി ബിറുയത്തില്ലാഹി തആല റഅയൽ ഐൻ, അത് ഇവിടുന്ന് തന്നെ ഒന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയുള്ള താല്പര്യമായിരുന്നു അത്. പക്ഷേ ഈ ദുന്യാവ് അതിന് പറ്റൂല, അതിന് ഗ്യാരണ്ടിയില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ റൂയത്തിൻ്റെ തജല്ലി ഈ ഭൂമിക്കും ഈ ലോകത്തിന് താങ്ങാൻ കഴിയൂല. അത് ഒരു പാകത്തിനാക്കി വെച്ചിരിക്കുകയാണ്. അതിനെ കാണിക്കാൻ മാത്രമുള്ള പവർ കൂട്ടിയാൽ എന്താക്കും? നമ്മളെ ഇതുണ്ടാക്കുന്നില്ല, കുംസി ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചൂട് കൂട്ടിയൊക്കെ ആയിട്ട് കത്തി കഴിഞ്ഞ് വെണ്ണീരേ ഇപ്പോൾ നിങ്ങൾ മുട്ടി ഉണ്ടാവില്ല, ബോർഡറും ഉണ്ടാവില്ല. ആ പാകത്തിനാണ് വെച്ചെങ്കിലേ അതിങ്ങനെ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ എന്താക്കണം? കുറച്ച് കൂട്ടണം. ഒരു കൈഫും ഇല്ല, ഒരു കളറും ഇല്ല, ഒരു ആകൃതിയില്ല, ജിഹത്തില്ലാതെ ഒരു സാധനം കാണാൻ കഴിയുമോ എന്നെന്താക്കും? ആക്കലിങ്ങനെ കുത്തു. മനസ്സിലാക്കുന്നുണ്ടോ? فقال له تعالى وتقدس أيها الكليم إنك في هذه الدار الفانية, നിങ്ങൾ താമസിക്കുന്നത് നശ്വരമായ ദുന്യാവിലാണ്. ലാ തസ്തത്തി റുയത്തി, റുയത്തിന് സാധിക്കൂല. എന്നുവെച്ചാൽ റുയത്തില്ല എന്നല്ല അതിൻ്റെ വായന, ഇവിടെ സാധിക്കൂല. അങ്ങനെ സാധിക്കാത്ത കളിയാനില്ലേ? വിമാനം പോങ്ങി കുറേ പറഞ്ഞുകൊണ്ടൊക്കെ പറഞ്ഞാൽ എനിക്ക് നാട്ടിൽ കീയണമെന്ന് പറഞ്ഞാൽ കീച്ചേരുമോ? ചൊറുക്കുള്ള മുള്ളിയെ കൂടിയാ പോകുന്നത്, അങ്ങനെ പോകുന്ന എനിക്കിടക്കീയണേ ഇടക്കിയല് കയറിയ കയറി തന്നെ. അപ്പോൾ ഈ ദുഞ്ഞാവ് എന്താക്കില്ല, കാണിക്കാനുള്ള ദുഞ്ഞാവല്ല. അത് ഹയ്യ മിനൻ നിഅമത്തിൽ ഉഖറവിയ്യത്തിൽ ബാഖി, അത് ശാശ്വതമായ നിഅമത്തടങ്ങുന്ന ആഖിറത്തിൽ വെച്ചുള്ളതാണ്. ഫഇല്ലം തഅലം ദാലിക, അത് മനസ്സിലാക്കുന്നില്ല. ഫൻദുർ ഇലൽ ജബൽ, അതായത് ദുഞ്ഞാവ് അള്ളാൻ്റെ ഈ തജല്ലിനെ ഉൾക്കൊള്ളൂല എന്ന് കാണിക്കാൻ. അതാണ് ഈ ഫൻദുർ ഇലൽ ജബൽ, ജബലിലേക്ക് നോക്കിക്കോ, ജബൽ ഇപ്പം പൊളിയും. അപ്പം ജബലിനെ കാണാൻ ശാരീരികമായ ശക്തി ഇല്ലല്ലോ നിങ്ങൾക്ക്, അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും കഴിയൂല. ജബൽ വലിയ പവറുള്ള സാധനമല്ലേ. അല്ലത് അത്തജല്ല അലൈഹി ബിബഅദി ശുഊനി, ഞാൻ എന്താക്കും അത് കുറച്ചൊന്ന് തജല്ലിയാകുമ്പോൾ ഫൈനിസ്തത്താൽ ജബലുമായ സലാബത്തിഹി വഅലമി, ആ പർവ്വതത്തിന് എത്രമാത്രം വലിപ്പവും എത്രമാത്രം കട്ടിയും കാഠിന്യമുണ്ട്, എന്നിട്ടും അത് താങ്ങാൻ കഴിയില്ലെങ്കിൽ അത്രത്തോളം പവറില്ലാത്ത മാംസവും എല്ലാം കൊണ്ടുണ്ടാക്കിയാൽ നിങ്ങളെ തടി താങ്ങൂല. വാദ്മി ഹയാത്തി ലൈവാനിയത്ത് മസ്തഖറ മക്കാൻ, അത് ഉറച്ചിരിക്കുകയാണ്. ഫസൗഫ തറാനി, എന്നാൽ പിന്നെ കാണാൻ കഴിയുന്നു മക്ക. പക്ഷെ ഉറപ്പല്ലേ, ആവൂലാന്ന്. ഫലമ്മ തജല്ല റബ്ബുഹു ലിൽ ജബലി ജഅലഹു ദക്കൻ വഖറ മൂസ സൈഖ, മൂസാ നബി ബോധം കെട്ട് വീണു. വസാറ കിത്അം മുതലാശിയത മിൻ ഹൈബത്തില്ലാഹി തആല, അല്ലാഹു തആലാന്റെ ഹൈബത്ത് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലല്ലെങ്കിൽ പർവ്വതത്തെ അരിപ്പണമായി പൊടി പൊടിയെന്ന്. വഖറ മൂസ സൈഖ
വഖറൽ കരീമു സഅക മിൻ ദഹ്ശതി ദാലിക്കൽ മഖാം. അത് കണ്ടിട്ടുണ്ടാക്കി മൂപ്പർ ബേജാറായിട്ട് ബോധം കെട്ട് വീണുകയും ചെയ്തു. അപ്പോൾ ഫലമ്മാ അഫാഖ ഇസ്തഗ്ഫറ മിൻ ദാലിക ത്വലബി, ബോധം വന്നതിന് ശേഷം അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുകയും ചെയ്ത്. ചോദിക്കാൻ ഞാൻ ആശ കൊണ്ട് ചോദിച്ചു പോയി, പക്ഷേ അത് ഈ ദുന്യാവിൽ കിട്ടില്ലല്ലോ. ഖാല തുബ്തു സുബ്ഹാനക തുബ്തു ഇലൈക് മീൻ എന്തിനെ തൊട്ട് മീൻ തലബ് റൂയത്തിക്ക് ഫി ഹാദിഹി ദാർ, ഈ നാട്ടിൽ വെച്ച് ഈ ദുന്യാവിൽ വെച്ച് ചോദിച്ചതിനാ തെറ്റ്. വാന അവ്വലുൽ മുഅ്മിനീൻ, പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ആളാണ്, നീ മൗജൂദാണെന്നും നിന്നെ കാണാൻ കഴിയുമെന്നും നിൻ്റെ സാലിഹ്യങ്ങളായ ഇബാദത്തിനെ കാണിക്കാൻ തയ്യാറാക്കിയിട്ടുണ്ടെല്ലാം ഞാൻ വിശ്വസിച്ചു. പക്ഷേ ഇന്നാട്ടി പറ്റൂല. വാന അവ്വലുൽ മുഅ്മിനീന ബിറുയത്തിക ഫി ദാരിൽ ആഖിറ ഫസുആലുൽ ഖലീലി വൽ കലീമി വൽ ഉസൈർ കുല്ലിഹിം. മൂന്നാളെ സംഭവം പറഞ്ഞു. ഇതെല്ലാം അല ഖത്തിൻ വാഹിദിൻ, ഒരേ ശൈലിയാണ്. ഒരാൾ മരിച്ചാളെ ഹയാത്താക്കാൻ, ഒരാൾ നാട് പുനരുദ്ധരിക്കാൻ കഴിയുമോ എന്നുള്ളത്, മറ്റൊരാളോ കാണാൻ കഴിയുമോ. അത് അമ്മിൻ എത്തിമാനാനുൽ കൽബിൽ മുഹമ്മൂരൽ മുഖാലിഫത്തിൽ അക്കൽ, പ്രത്യക്ഷമായ അക്കലിന് എതിരായി വരുന്ന കാര്യങ്ങൾക്ക് എന്താക്കും, കൽബിനെതിരെ സമാധാനം കിട്ടാത്ത, അതാണ് അവർക്ക് ഓർക്കല്ല സാധാരണ എൻ്റെ അവസ്ഥ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനത്തെ ഒന്നും ചോദിച്ചിട്ടില്ല. ചോദിച്ചാ എന്തുകൊണ്ട്? അതൊന്നും കാണുന്നതിന് മുമ്പ് തന്നെ തങ്ങൾക്ക് തുമ്മനടുത്തുണ്ട്. വലമ്മാ കാന നബിയുനാ വസയ്യിദുനാ വഹബീബുനൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഗായത്തിൻ മിനൽ ഇത്മീനാൻ, ഇത്മീനാനിൻ്റെ ഗായത്തിലെത്തിയപ്പോൾ മാ തലബൽ ഇത്മീനാന ഖത്തു, അതങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചിട്ടേ ഇല്ല. വമാ ഹബജഹുല്ലാഹു തആല ഇദാ ലാദിക സുആൽ, അങ്ങനെ ചോദ്യം വരാത്ത രൂപത്തിൽ അല്ലാഹു തആല കാത്തിട്ടുണ്ട്. വലാകിൻ ഖാല ലഹു, പറഞ്ഞു വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫളലുല്ലാഹി അലൈക അലീമാ, തങ്ങൾ അറിയാത്ത കാര്യങ്ങൾ പലതും എന്താക്കി നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തന്നിട്ടുണ്ട്. കണ്ടോ? വഅല്ലമക മാ ലം തകുൻ തഅലം, തങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത പലതും തങ്ങൾ പഠിപ്പിച്ചെന്ന്. ആ ഇൽമ വർദ്ധിക്കലോടുകൂടി എന്തായി, ഇതെല്ലാം സംഭവിച്ചിട്ടില്ലാത്തതും സംഭവിച്ചതുപോലെ തന്നെ തങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. വമിൻ ജംലത്തി മാ അല്ലമഹു ഇഹ്യാഉൽ മൗത, മരിച്ചാളെ ഹയാത്താക്കൽ അറിയിച്ചു കൊടുത്ത കാര്യമാണ്. വറുയത്തുല്ലാഹി തആല ബിലാ കൈഫിൻ, കൈഫില്ലാത്ത രൂപത്തിൽ അള്ളാഹിനെ കാണലും. വാക്സറു മാ കാന മാ സയകൂനു, തങ്ങളുടെ കാലത്ത് ഉണ്ടായതും ഇനി ഉണ്ടാകാൻ പോകുന്നതുമായ കാര്യം എന്താ, ഹത്ത അന്ന അഹദൻ മിൻ ഖവാസി ഔലിയാഇ ഉമ്മത്തിഹി, എത്ര വരെ എന്നറിയോ, ഉമ്മത്തിൻ്റെ യഖീൻ എവിടെ എത്തുന്നറിയോ, ഖവാസിൽ ലൗ കുശിഫൽ ഖിതാഉ മസ്ദത്തു യഖീനാൻ, മുഖംമൂടി തുറന്നിട്ട് ഇതെല്ലാം കണ്ടാൽ തന്നെ നേരത്തെ ഉള്ളിനാക്കണം യഖീൻ വർദ്ധിക്കാനൊന്നുമില്ല എന്ന്, അത്രത്തോളം നേരത്തെ യഖീനുണ്ട്. ആരാ പറയുന്നത്? ഉമ്മത്തിൽപ്പെട്ട ഔലിയാക്കൾ എല്ലാം വന്നു. നിങ്ങൾ ചോദിച്ചില്ല നേരത്തെ, ഈ മുഖംമൂടി തുറന്ന് എന്നിട്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്താൽ നേരത്തെ യഖീൻ, അത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ടാണ് ഹയ്യയിലുള്ളത്. മുഖംമൂടി തുറന്നാൽ തന്നെ എന്തില്ല, അധികം വർദ്ധിക്കാനൊന്നുമില്ല. വലമ്മാ കാനൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മഅ്മൂറൻ ബിത്തിബാഇ മില്ലത്തിൽ ഖലീൽ, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ മില്ലത്ത് പിൻപറ്റണമെന്ന് തങ്ങളോട് കൽപ്പിച്ച്. അപ്പോൾ ഇബ്രാഹിം നബി ചോദിച്ചതുപോലെ ഒരു മെച്ചാൾ ആയത്താക്കുന്ന കൈഫിയത്ത് ഇത്തിബായിൽ കൂടി ചോദിച്ചുകൂടെ എന്ന്. വഹുവ ബിഅൗനിഹി തആല കാന മുസ്തഗ്നിയൻ തലബിൽ ഇത്മീനാൻ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചോദിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല, പിന്നെ ആവശ്യമില്ലാത്ത കാര്യം ചോദിക്കണോ? ഫഖാല തആല വതഖദ്ദസ ലി ഉമ്മത്തിഹി അല്ലതി ഹിയ ഖൈറുൽ ഉമം ഇന്ന ഇൻ കുന്തും തത്ലബൂന ഇത്മീനാനൽ ഖൽബി, നിങ്ങൾക്ക് സംഭവങ്ങൾ കണ്ടിട്ട് തുമനീനത്തുൽ ഖൽബാണോ വേണ്ടത് എന്നാൽ ചോദിക്കൊന്നും വേണ്ട, തുമനത്ത് ഉണ്ടാക്കാൻ വേറൊരു മാർഗം ഞാൻ പറഞ്ഞുതരാം. എന്താണത്? ഫദ്കുറൂനീ അദ്കുറുക്കും, നിങ്ങൾ നന്നായി ദിക്ർ ചൊല്ലുക, നന്നായി ദിക്ർ ചൊല്ലുക. ഫദ്കുറൂനി ഏതാ സുലൂക്കിയായ ദിക്റാണ്. ആ ദിക്റുക്കും അപ്പം എന്താകും, ജദബിയായ ദിക്ർ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നിങ്ങളാരായി? ദാക്കിറോയിന് മദ്കുറായി. ഫദ്കുറൂനി എന്ന് പറയുമ്പോൾ നിങ്ങൾ ദാക്കിര്യങ്ങളാണ്. ആ ദിക്റുക്കും എന്ന് പറയുമ്പോൾ നിങ്ങളാരായി? മദ്കൂറായി. മദ്കൂറാകുന്ന അവസരത്തിൽ ആ ദിക്റില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അതുകൊണ്ട് എന്താ കൽബിൽ തുമനീനത്ത് കിട്ടി വേറൊന്ന് ചോദിക്കണ്ട, എത്തിച്ചെത്തിക്കലേണ്ട. അതുകൊണ്ട് വമുനാദിൽ ഹഖ് യുനാദി ബിലിസാനിൽ ഹാൽ അയ്യുഹൽ മിസ്കീൻ ദഅകലക വതആൽ, നിൻ്റെ ആ
അഖിലിൻ്റെ കുത്തും ചോദ്യം അവിടെ ചാട്, എന്നിട്ട് നേരെ കേൾക്കുക. അതൊക്കെ നാവുകൊണ്ടുള്ള ദിക്ർ അല്ല ഫിക്റുകൊണ്ടുള്ള. രണ്ടും ഉണ്ട്. എല്ലാ ദിക്കിൻ്റെ എല്ലാം ഞങ്ങളും വിട്ടു. ദിക്കിറ് പലതുണ്ടല്ലോ. കൽബിൻ്റെ ദിക്കിന് ലിസാൻ്റെ ദിക്കിറുണ്ട്, അത് ഏറ്റവും അടിയിലെ പടി. പിന്നെ ആ കൽബിൻ്റെ ദിക്കിറുണ്ട്, അഖിലിൻ്റെ ദിക്കിറുണ്ട്, റോഹിൻ്റെ ദിക്കിറുണ്ട്, സിറിൻ്റെ ദിക്കിറുണ്ട്. ഓരോ ഇനങ്ങൾക്ക് മാറ്റം വരും. എന്നാണ് എന്താക്കുന്നത്? അഖിലുൽ മആശും വൽ മആദും. അഖിലിൻ്റെ സ്ഥിതി എന്താണെന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് അതിലുണ്ടാവും. അതിലുണ്ടാകുമ്പോൾ ശരീരത്തിൻ്റെ പ്രകൃതിക്കെല്ലാം ഇത് വരും. ചിലക്ക് ബുദ്ധിക്ക് താറാറുണ്ടാവും. ഈ തന്നെ പറഞ്ഞിട്ടില്ലേ, ലിസാനിയായ ദിക്ർ തന്നെ തജ്ലീലുണ്ടാവും. ഉണ്ടാവും. അതിനനുസരിച്ച്. പക്ഷേ ഓരോന്നിന് വ്യത്യാസം ഉണ്ടാവും ഗ്രേഡിൽ. ആ ശരീരം പനിച്ച മാതിരി തോന്നുമ്പോഴല്ലോ. എന്താന്ന് ഖിയാസുദ്ദീനെ പറഞ്ഞിട്ടില്ലേ? ഖിയാസിനാഥ് ബഹുമാനപ്പെട്ട സുൽത്താൻ ഖാജ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ് ഫഖറുദ്ദീൻ ബാവ സൽവാർ. ഓരോ മകനാണ് ഖിയാസുദ്ദീൻ. അവിടെ ഓർക്കൊരു പേരുണ്ട് ഉറുദുവിൽ, ജഗർദോഷ്ട എന്നാണ് പറഞ്ഞിട്ട് പേര്. ആ പേരിൻ്റെ വ്യാഖ്യാനമുണ്ട് ഉറുദുവിൽ എഴുതി വെച്ചിട്ട് മൂപ്പർ ദിക്ർ തുടങ്ങിക്കഴിഞ്ഞാൽ ഇറച്ചി ചുട്ടാലുണ്ടാകുന്ന നമ്മൾ കവാവെല്ലാം ചുടുമ്പോൾ ഒരു മണങ്ങടിക്കുന്നത്, ആ മണടിക്കും. അതാണ് എൻ്റെ കാരണം, ദിക്ർ ചൂടായിട്ട്. നമ്മളെ ജിഫ്രി തങ്ങളടുത്തുണ്ടല്ലോ. അതെ അതെ, അവിടെ ഉണ്ട്. വെള്ളം തിളച്ചുന്ന സമയം ഉണ്ടല്ലോ, ദിക്ർ ചെല്ലിച്ച് വെള്ളത്തിനും കൊണ്ട് ഓതിയാൽ വെള്ളം തിളക്കുക. ഇത് അങ്ങോട്ടേക്ക് പകർന്നു. നമ്മുടെ ദിക്റിൽ ഒന്നും ചെല്ലിയിട്ടില്ല, വെറുതെ തോന്നണ്ട. ചെല്ലുമ്പോടെ ചെല്ലിയാലും എല്ലാം ബുദ്ധിമുട്ടാണ്. മനുഷ്യൻ്റെ കോലയെ മാറിപ്പോവും. എത്ര സമയം അതുകൊണ്ട് സലാത്തും ദിക്റും കൂടി മിക്സ് ചെയ്യുന്നുണ്ടാകാൻ തണുപ്പിക്കാൻ വേണ്ടിയിട്ടില്ല. പക്ഷേ ഇത്തപ്പാത് ഒന്നാന്ന് കക്കിരിക്കോട്ടൊന്നും നോക്കില്ല. ഇനി മഹാഷിൻ്റെ അക്കല് മഹാദിൻ്റെ അക്കല് എന്ന് പറഞ്ഞാൽ ഏതാണുള്ളത്? ഇൻഷാ അല്ലാഹ് അത് നല്ല ചർച്ചയാണ്. ഇൻഷാ അല്ലാഹ് നല്ല അസ്ലി